ഇല്ല. പക്ഷെ ഇപ്പൊ തോന്നുന്നു വളരെയധികം ഉള്ള പോലെ നമുക്ക് തോന്നുന്നത് അല്ലെ. ദൈവാത്മാവ് അങ്ങനെയാണ് ബന്ധങ്ങളെ ഉണ്ടാക്കുന്നത്. ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനും 2-3 ദിവസം ഇവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം ഇന്ന് മീറ്റിംഗ് ഉണ്ട്, ഇന്ന് അത് നല്ലതായി തീരാൻ സഹായിക്കണം. ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നമ്മളുടെ ബുദ്ധി കൊണ്ട് ഇപ്പൊ കേട്ടത് മുഴുവനും നമ്മൾ പാട്ടിലൂടെ ആയാലും പ്രിയ സിസ്റ്റർ പ്രസംഗിച്ചപ്പോഴായാലും എല്ലാം പരിശുദ്ധാത്മാവിന്റെ ആ വലിയ പരിശുദ്ധാത്മാവിന് പറ്റാത്തത് എന്തോ ഉള്ളത്. അപ്പൊ ആ ദൈവത്തിന്റെ കയ്യിൽ നമ്മളെ സമർപ്പിക്കാം. നമ്മള് ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഞാൻ അനിത, എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ശശി, എൻ്റെ ഫുൾ നെയിം അനിത ശശി എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ എൻ്റെ മുന്നത്തെ ആഴ്ച ദൈവവചനം ശുശ്രൂഷിക്കാൻ ദൈവം അവസരമൊരുക്കി. അതുകൊണ്ട് ചിലർക്ക് എന്നെ നല്ല പരിചയമുണ്ട്. അന്നത്തെ പലരും ഇന്ന് അറ്റൻഡ് ചെയ്തിട്ടില്ല. പ്രിയ സഹോദരി പറഞ്ഞല്ലോ, പലർക്കും പല ശാരീരികമായും പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ. എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം മാറ്റി അവരെയൊക്കെ ദൈവം സൗഖ്യത്തോടെ ബലത്തോടെ കൊണ്ടുപോയിട്ട് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് മുന്നേ കുറച്ച് സമയം ഇരിക്കാം. പ്രിയ സിസ്റ്ററോട് ചോദിക്കാൻ മറന്നുപോയി, എത്ര സമയം വരെയായിരുന്നു സിസ്റ്റർ? അതും കൂടെ ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരിക്കും. സിസ്റ്റർ ഇവിടുത്തെ 7 o'clock വരെ. 7 o'clock വരെ അല്ലേ? ഓക്കെ, താങ്ക് യു ലോർഡ് ജീസസ്. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചത് എന്താ? നമ്മൾ ആരാണെന്നൊരു ബോധ്യം മനസ്സിലായി അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, നമ്മളൊക്കെ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയാവാൻ വേണ്ടി നമ്മളെല്ലാം, നമ്മളുടെ എല്ലാ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞു വെച്ചിരിക്കുക അല്ലെ? നമ്മൾ ദൈവത്തിന്റെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെ തന്റെ ജീവിതത്തിൽ എല്ലാമായി സമർപ്പിച്ച, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ സമർപ്പിച്ച ഓരോ വ്യക്തികളും ക്രിസ്തു നമ്മുടെ തലയും, സഭ അവന്റെ ശരീരമാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാകുവാൻ വേണ്ടി നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ 31-ാമത്തെ എന്താ പറയുക, സദൃശ്യവാക്യങ്ങളിലൂടെ നമ്മൾ അതെല്ലാം മനസ്സിലാക്കി. നമ്മളെല്ലാം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കി നമ്മൾ കാത്തിരിക്കുന്ന അവന്റെ ഭാര്യ, അവന്റെ ഉത്തമ ഭാര്യ, ഉത്തമ സ്ത്രീ, അല്ലെങ്കിൽ മണവാട്ടിയായി നമ്മളെയൊക്കെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഈ വിവാഹം നടക്കും അല്ലെ? ഏത് നിമിഷം വേണമെങ്കിലും. അത് ഫാദർ ഗോഡ്, പിതാവാം ദൈവത്തിന് മാത്രമേ അറിയൂ ക്രിസ്തു തന്റെ മകനെ എപ്പോൾ പറഞ്ഞയക്കണം എന്നുള്ളത്. അപ്പൊ നമ്മൾ അന്ന് പറഞ്ഞു, ഇസ്രായേൽ മക്കളുടെ ചരിത്രം പല വചനങ്ങളും അതിനോടനുബന്ധിച്ചൊക്കെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അവരിൽ അന്ന് തെരഞ്ഞെടുത്ത ശിഷ്യന്മാരോടൊക്കെ പറയുമ്പോൾ അവരുടെ കൾച്ചറും അതൊക്കെ ചുറ്റിപ്പറ്റിയാണ് പല കാര്യങ്ങളും. അപ്പൊ അന്ന് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ എൻഗേജ്മെന്റിന് വന്നവരുടെ എപ്പോൾ ഏത് ജോലി ചെയ്തോട്ടെ, ഏത് നിമിഷമായാലും കല്യാണം ഇപ്പോഴാണ് കല്യാണം എന്ന് പറയുമ്പോൾ ആ എൻഗേജ്മെന്റിന് വന്ന് ഒപ്പിട്ടവർ, പേരെഴുതിയവരെല്ലാം ആ വിവാഹത്തിന്റെ അന്ന് ഒരുങ്ങിയിരിക്കണം എന്നുള്ളതാണ് അവരുടെ നിയമം അല്ലെ? അപ്പൊ നമ്മളെയും ദൈവം എൻഗേജ്മെന്റിന് എല്ലാം വേണ്ടി നമ്മളെ ഒരുക്കി. എൻഗേജ്മെന്റ് കഴിഞ്ഞു, നമ്മുടെ മണവാളൻ എപ്പോ വേണമെങ്കിലും വരും. അതിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോ ഇന്ന് നമുക്ക് സംസാരിക്കാം, ഈ മണവാളൻ നമ്മൾ ഏറ്റവും സ്നേഹിച്ചു അല്ലെ? ഏറ്റവും സ്നേഹിക്കുന്നവനാണ് ക്രിസ്തു. തന്റെ ജീവൻ പോലും നമുക്ക് വേണ്ടി തന്നവനാണ്. അപ്പോ ആ മണവാട്ടിയെ ഈ ലോകത്തില് വചനത്തിൽ പറയുന്നു, ഈ പൗലോസ് ഒരു വചനത്തിൽ പറയുന്നുണ്ട്, ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അതായത് ഈ ദുഷ്ടത നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മളെ തനിച്ചാക്കി പോവാൻ ആ മണവാളിന് ഇഷ്ടമുണ്ടാവുമോ? നമ്മൾ ഇത്രയും സ്നേഹിച്ചവന് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തു പറഞ്ഞത്, പോകുന്നതിന് മുൻപ് ഞാൻ പോകുന്നു. ക്രിസ്തു പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ശിഷ്യന്മാർക്കൊക്കെ ചിന്തയായില്ല, വ്യാകുലമായി. അപ്പൊ ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയാൽ പിതാവ് ആ കാര്യസ്ഥൻ അയക്കില്ല, ഞാൻ പോയെങ്കിൽ മാത്രമേ കാര്യസ്ഥൻ വരുള്ളൂ. ഏതാണ് കാര്യസ്ഥൻ? നമുക്കറിയാം, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അയച്ചു. ഓക്കെ, അപ്പൊ പിതാവാം ദൈവം തന്റെ പുത്രനെ നമ്മൾക്ക് വേണ്ടി അയച്ച് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ചപ്പോൾ നമ്മള് ഈ പുത്രൻ വരുന്നതിന് മുൻപ് നമ്മൾ പഴയ നിയമം പഠിച്ചാലും നമ്മൾക്കൊരു കാര്യം അറിയാം, പിതാവാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ഈ മനുഷ്യനെല്ലാം അകന്നു പോയപ്പോൾ പിതാവിന്റെ ഉള്ളിൽ എന്തുമാത്രം എപ്പോഴാണ് എനിക്ക് എൻ്റെ മക്കളെ ഇനി തിരിച്ചു കിട്ടാന്നുള്ള അതിനു വേണ്ടിയുള്ള പ്രവൃത്തികൾ പിതാവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അതുകൊണ്ട് അതായത് നമ്മളിങ്ങനെ പറഞ്ഞ പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ സ്നേഹം,
നമുക്കറിയാം ദൈവം സ്നേഹമാണ് അല്ലെ. ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആയിരിക്കുന്ന സമയത്ത്, അതായത് വേറെ ആരും ഒന്നും ഇല്ലാത്തപ്പോൾ അവര് 3 പേരും പിതാ പുത്ര പരിശുദ്ധാത്മാവും ഇരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ആ പിതാവാം ദൈവത്തിന്റെ ഉള്ളിൽ സ്നേഹം എന്ന് പറഞ്ഞത് ഇങ്ങനെ നിറഞ്ഞു തുളുമ്പി. സ്നേഹം നിറഞ്ഞു തുളുമ്പിയപ്പോൾ നമ്മളൊക്കെ അമ്മമാരാണ് അല്ലെ, മിക്കവരും കിച്ചണിലൊക്കെ ജോലി ചെയ്ത് നമുക്കറിയാം. നമ്മളൊരു പാത്രം വെച്ച് അതില് അരിയിട്ട് ചിലപ്പോ നമ്മുടെ അളവ് തെറ്റി കഴിഞ്ഞാൽ പാത്രത്തിനേക്കാളും അതിലത്തെ കൊള്ളുന്നതിലധികം നമ്മൾ അരിയിട്ട് കഴിഞ്ഞ് ഇത്തിരി കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ നിറഞ്ഞ് ഓവർഫ്ലോ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിൽ നിന്ന് വേറെ പാത്രങ്ങളിലേക്ക് കോരി വെക്കും. ഇത് ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞോളൂ. പിതാവാം ദൈവത്തിന്റെ ഉള്ളില് ദൈവസ്നേഹം ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയപ്പോൾ പിതാവാം ദൈവം അതൊക്കെ പകർത്തി വെക്കാൻ ഉണ്ടാക്കിയ ഓരോ പാത്രങ്ങളാണ് ഞാനും നിങ്ങളും ഓരോരുത്തരും. ഉണ്ടാക്കിയത് എന്തുകൊണ്ടാ? മണ്ണുകൊണ്ട്. പിതാവിന് ഇരുമ്പ് കൊണ്ടോ വലിയ ലോഹങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാക്കാമായിരുന്നു അല്ലേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയില്ല? അത് പിതാവിന്റെ ഇഷ്ടം. മണ്ണ് കൊണ്ടുള്ള ആ പാത്രത്തിനല്ല അവിടെ പ്രധാനം. മണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കിയെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പകർന്നത് ദൈവത്തിന്റെ സ്നേഹം. അപ്പൊ ദൈവം നമ്മളെ ഓരോരുത്തരും ഒരു സ്ഥലത്ത് സൃഷ്ടിച്ചു വെച്ചു. അതുകൊണ്ട് തന്നെ മണ്ണായതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ അത് അലിഞ്ഞു പോകും മണ്ണൊക്കെ. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വെച്ച പ്രഷ്യസ് ആയിട്ടുള്ള വസ്തുവിനെയാണ് ദൈവത്തിന്റെ അടുത്തേക്ക് ഇനി പോകാനിരിക്കുന്നത് അല്ലെ? പ്രിയ സഹോദരി പാട്ടുപാടി ഇപ്പൊ പറഞ്ഞു അല്ലെ, ഈ നിമിഷം, ഇനി ഒറ്റ നിമിഷം ഇനി കിട്ടുമോ എന്ന് നമുക്കറിയില്ല. അതെ, അതുപോലൊരു ലോകത്തിലാണ് നമ്മളൊക്കെ ഓരോരുത്തരായിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ദൈവം നമ്മളുടെ ഈ സ്നേഹം പകർന്നു വെച്ചിരിക്കുന്നത്. അപ്പോ പഴയ നിയമത്തില് ദൈവം ഒന്നാം ഉൽപ്പത്തി പുസ്തകത്തില് എല്ലാ വാക്യങ്ങളും നമ്മൾ വായിക്കുന്നില്ല. കാരണം ഇതിലുള്ളവരെല്ലാവരും വചനെല്ലാം നന്നായി അറിയുന്നവരും ഒക്കെയാണ്, ദൈവമക്കളാണ് എല്ലാവരും പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മണവാട്ടികളായി കാത്തിരിക്കുന്നവരാണ്. അപ്പൊ വചനം എപ്പോഴും വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സമയം അത് ഒത്തിരി എടുക്കുന്നത് കൊണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വായിക്കുന്നുണ്ട് അല്ലെ, ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴായി ശൂന്യമായി ഇരുന്നു, ആഴത്തിന്മീത് ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീത് പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പിതാവാം ദൈവം വല്ല പാഴും ശൂന്യമായ വസ്തുവിനെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ഇനി ഈ ഭൂമി പാഴും ശൂന്യമായിരുന്നു, അതിലേക്കാണോ മനുഷ്യൻ സൃഷ്ടിച്ചത്? അപ്പൊ അതിനർത്ഥം പിതാവാം ദൈവം സൃഷ്ടിച്ച ഭൂമിയെ ആരോ ഒരു ശക്തി, ഒരു വ്യക്തി പാഴും ശൂന്യമാക്കി, ഒരു ശക്തി അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന് അറിയായിരുന്നു. നമുക്കറിയാം ഈ ലോകത്തിൽ ഈ പിശാച് എന്ന ശക്തി എവിടെ നിന്ന് വന്നു എങ്ങനെയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ പുസ്തകത്തിലൊക്കെ പഠിക്കുന്നു. ദൈവത്തെ ആരാധിക്കാൻ സൃഷ്ടിച്ച ആ കെരൂബ്, സ്വർഗദൂതൻ തന്നെയാണ് ദൈവം. അവൻ അഹങ്കരിച്ചത് കൊണ്ട് മാത്രം ദൈവം അവനെ ആ പൊസിഷനിൽ നിന്ന് തള്ളിയിട്ടു അല്ലെ? അപ്പൊ ഭൂമി അതോ അവന്റെ പിന്നത്തെ പണി എന്താ? ഒരു വ്യക്തിയെ ഒരു വലിയൊരു പൊസിഷനിൽ ഇരുന്ന ഒരു വ്യക്തിയെ അവിടുന്ന് താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തി അടങ്ങിയിരിക്കുമോ? അവൻ മറ്റുള്ളവരെയും കൂടി ആ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുള്ളൂ. അതുമല്ല, അവനെ തള്ളിയിട്ടവന് എഗൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെയാണ് ഈ പിശാച് എന്നുള്ള ശക്തി ചെയ്യുന്നത്. അവിടുന്ന് വീണതിന് ശേഷം ഭൂമി പാഴ്ശൂന്യമൊക്കെ ആക്കി, ഇരുളും അന്ധകാരമൊക്കെ പിടിപ്പിച്ച് ഇരുന്നപ്പോൾ, പക്ഷെ ദൈവം അവിടെ അടങ്ങിയിരുന്നു. കാരണം ദൈവത്തിന് തന്റെ മക്കളെ ഇങ്ങോട്ട് ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കണം, ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് തന്നെ ദൈവം എന്ത് ചെയ്തു? ദൈവത്തിന്റെ ആത്മാവിനെ ഏറ്റവും ആദ്യം അയച്ച് അവിടെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു, പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യൻ എത്ര പാപം ചെയ്താൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും ദൈവത്തിന്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. ദൈവം നമ്മൾ തിരിച്ചു വരുന്നത് വരെ ആ സ്നേഹത്തോടെ തന്നെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ പിതാവ്. അപ്പൊ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾക്ക് വായിച്ചാൽ അറിയാം, ദൈവം അവിടെ കൽപ്പിക്കാണ് ഓരോ ഉണ്ടാകട്ടെ എന്ന്. ദൈവത്തിന്റെ വചനം, നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തിന്റെ കൂടെ ആയിരുന്നു എന്നൊക്കെ. ആരാണ് വചനം? ക്രിസ്തുവാണ് ആ വചനം. അപ്പൊ ഒരു സൃഷ്ടി നടക്കുന്നതിന് മുൻപ് ദൈവം പരിശുദ്ധാത്മാവിനെ ആദ്യം അയച്ചു, പിന്നെ അവന്റെ വചനം അയച്ചു. അപ്പൊ ഒരു സൃഷ്ടിപ്പിന് ഇത് രണ്ടും ആവശ്യമാണ്. പരിശുദ്ധാത്മാവും വേണം, വചനവും വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് നമ്മളുടെ വാക്കുകൾക്ക് ശക്തി ഉണ്ടെന്ന് പറയാൻ കാരണം, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മൾ പറയാണ്, സൗഖ്യമാവട്ടെ, എന്റെ കുടുംബം അനുഗ്രഹം പ്രാപിക്കട്ടെ, എന്റെ കടഭാരങ്ങളെല്ലാം മാറിപ്പോട്ടെ, എന്നെ എതിർക്കാൻ വരുന്ന എല്ലാ അന്ധകാര ശക്തിയും വഴിയിലൂടെ വന്നവർ 7 വഴിയായിട്ട് മാറിപ്പോട്ടെ. വചനവും നമ്മൾ ആത്മാവും കൂടി പറയുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ കാരണം എന്താ? പരിശുദ്ധാത്മാവും വചനം കൂടെ മിക്സ് ആവുമ്പോൾ ഒരു ക്രിയേഷൻ നടക്കും. മനസ്സിലായോ? അതാണ് അവിടെ നടന്നത്.
ഇനി ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ഡീറ്റെയിൽ അതിലേക്ക് പോകുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പഴയ നിയമത്തിൽ വളരെ ഭക്തന്മാര് ജീവിച്ചു എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ആർക്കും തന്നെ ഈ പാപത്തിന്റെ ഈ കീഴടക്കി അതിന്മേൽ ജയം പ്രാപിക്കാൻ ഒരു ദൈവം ഏകജാതനായ പുത്രനെ നിഷ്കളങ്കനായ ഒരു പാപം എന്തെന്ന് അറിയാത്ത സ്വന്തം പുത്രനെ കൊണ്ടുവന്ന് നമുക്ക് വേണ്ടി ജീവൻ തന്നു. നമുക്കറിയാം അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് അങ്ങനെ 40 ദിവസത്തോളം എല്ലാവർക്കും പ്രത്യക്ഷനായി ഓരോ കാര്യങ്ങൾ അത്ഭുത അടയാളമൊക്കെ ചെയ്ത് പിന്നെ അവൻ പെർമനന്റ് ആയി പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് പോകുന്ന സമയത്ത് അവൻ പറയുന്ന വാക്കാണ് എന്ത്? ഞാൻ പോകുന്നത് നല്ലത്, ഞാൻ പോയില്ലെങ്കിൽ കാര്യസ്ഥൻ വരാൻ പറ്റില്ല. കാരണം അവന്റെ മണവാട്ടി ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. പിതാവിന്റെ പാദപീഠമാണ് ഈ ഭൂമി. ആ ഭൂമിയെ പാഴും ശൂന്യമാക്കിയ പിശാചിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ദൈവം അവിടെ പരിശുദ്ധാത്മാവിനെ അയച്ച് പ്രൊട്ടക്ട് ചെയ്ത് ഓർക്കണം. അപ്പൊ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തന്റെ പുത്രന്റെ രക്തത്തിൽ തന്റെ പുത്രന്റെ ജീവൻ കൊടുത്ത് വീണ്ടെടുത്ത നമ്മളെ വെറുതെ അനാഥരായി വിടുമോ ഈ ലോകത്തില്? ഒരിക്കലും വിടില്ല. പിതാവിനും നമ്മെ കുറിച്ച് വളരെ ചിന്ത, പുത്രന് അതിനേലും ചിന്തയുണ്ട്. അവന്റെ മണവാട്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മണവാളൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവ് ആണെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ആപത്തനർത്ഥം വരാൻ കാത്തിരിക്കുമോ? ഇല്ല. വരാതിരിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും പ്രിക്കോഷൻസ് ഒക്കെ ചെയ്യും. ഇത് മാനുഷികമായ ബന്ധം. എത്ര വലിയ സ്നേഹമുള്ളവർ ചില സമയത്ത് നമ്മളെ തള്ളി പറയും. അതാണ് ഈ ലോകം. പറഞ്ഞിട്ട് കാര്യമില്ല. മാനുഷിക ബന്ധങ്ങളൊക്കെ മരണം വരെയുള്ളൂ. പക്ഷേ ക്രിസ്തുവ ആകുന്ന തന്റെ പുത്രനിലൂടെ വീണ്ടെടുത്ത് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവത്തിനല്ലേ ഉത്തരവാദിത്വം കൂടുതൽ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോൾ ചില വ്യാകുലതകളൊക്കെ കാണിച്ച ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ, അല്ലെങ്കിൽ ചിലർ പറയുമ്പോൾ ഞാൻ കാരണം. അപ്പൊ നമ്മൾ മലയാളികൾ പണ്ടൊക്കെ അമ്മമാരും ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറയും പല്ലി ഉത്തരത്തിൽ പോലെ പല്ലിയുടെ വിചാരം ഞാൻ അവിടെ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ഇപ്പൊ വീഴുന്നുള്ള ചിന്തയില്. വീഴുമോ? ഒരിക്കലും ഇല്ല. അത് വേണ്ടവൻ സൂക്ഷിച്ച് അത് അതുപോലെ വെച്ചിരിക്കുന്നു അല്ലെ. ഇതുപോലെയാണ് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ്. നമ്മളുടെ പ്രാർത്ഥന കൊണ്ടോ നമ്മളുടെ ഉപവാസം കൊണ്ടോ നമ്മളുടെ നല്ല സ്വഭാവം കൊണ്ടോ നമ്മൾ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല ദൈവം നമ്മളെ സൂക്ഷിക്കുന്നത്. ദൈവമാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്താൻ അദ്ദേഹത്തിന് പറ്റില്ല. ദൈവം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, ദൈവം സ്നേഹിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി, ദൈവം വിശ്വസ്തനാണ്. പിന്നെ നമ്മൾ പാപം ചെയ്തത് കൊണ്ട് നമ്മുടെ പിതാവിന്റെ സ്വഭാവം അനുസരിച്ച് പിതാവിന് നമ്മളെ വന്നൊന്ന് ഹഗ് ചെയ്യാനോ നമ്മളുടെ കയ്യിലൊന്ന് പിടിച്ച് നമ്മളെ മാറോട് ചേർക്കാനോ അവന് പറ്റില്ല. കാരണം പിതാവിന്റെ സ്വഭാവം പരിശുദ്ധനായ ദൈവത്തിന് പാപമായി ബന്ധമില്ലാതിരുന്നു കൊണ്ട് പിതാവ് ഇങ്ങനെ വെമ്പൽ കൊണ്ടു. ആദാം ഹവ്വയുടെയും കൂടി ഏദൻ തോട്ടത്തിൽ നടന്നിരുന്ന പിതാവല്ലേ. ആദാമും ഹവ്വയുടെയും കൂടെ ഏദൻ തോട്ടത്തിൽ നടന്നിരുന്ന പിതാവിന് നമ്മളുടെ കൂടെ വരുവാനും നമ്മളെ ഹഗ് ചെയ്യാൻ നമ്മളോട് സംസാരിക്കാനും നമ്മളുടെ ചെവിയിൽ സ്വകാര്യം പറയാനും ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറ്റുന്നില്ല. കാരണം നാം പാപത്തിന്റെ പടുകുഴിയിലായി. അതുകൊണ്ട് തന്നെയാണ് പുത്രനെ അയച്ചത്. ആ പുത്രൻ വഴി നമുക്ക് പിതാവിന്റെ അടുത്തേക്ക് എപ്പോഴും പോകാനുള്ള സ്വാതന്ത്ര്യം. ഓടി വന്ന് പിതാവേ എന്നെ രക്ഷിക്കണം, അല്ലെങ്കിൽ പിതാവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾക്ക് ആത്മാവിൽ അവനെ ആരാധിക്കാൻ എങ്ങനെ സാധിച്ചു? ഈ പരിശുദ്ധാത്മാവ് എന്ന ദാനം നമ്മൾക്ക് തന്നു. ക്രിസ്തുവിലൂടെ അത് സാധിച്ചു തന്നു. അപ്പൊ നമ്മൾക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യസ്ഥൻ നമുക്കുണ്ട്. അപ്പൊ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വചനം ചിലപ്പോൾ ഉൽപ്പത്തി മുതൽ റെവലേഷൻ വരെ ഒക്കെ കാണാപ്പാടൊക്കെ നമുക്ക് അറിയായിരിക്കും. വലിയ വലിയ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് വലിയ വലിയ ഇന്റർനാഷണൽ മാറ്റർ ഒന്നും പഠിക്കാൻ പോകണ്ട. സിമ്പിൾ കാര്യം മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതായത് പിതാവാം ദൈവം പുത്രനെ അയച്ചു. പുത്രന്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്തു തീർത്തതിന് ശേഷം പിതാവിന്റെ വലത്തുഭാഗത്ത് പോയെങ്കിൽ നാം ഇന്നിവിടെ അനാഥരല്ല. നമുക്ക് വേണ്ടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു, മണവാട്ടി ബിസിനസ്സുകാരിയാണ്. എന്തായിരുന്നു ബിസിനസ്? മണവാളന്റെ ബിസിനസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. മണവാളന്റെ ബിസിനസ് എന്താണ്? സഭ അവള് ഓരോ ഹൃദയങ്ങളെ നോക്കി അത് മേടിക്കുന്നു, അതിൽ വചനം വിതയ്ക്കുന്നു. സഭ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ആ തുടങ്ങി വെച്ച പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ കംപ്ലീറ്റ് ചെയ്യാൻ ഈ മണവാട്ടിയെ ഒറ്റയ്ക്കാക്കിയൊന്നും പോയിട്ടില്ല. അവൾക്ക് കൂട്ടായിട്ടാണ് ഈ പരിശുദ്ധാത്മാവിനെ തന്നത്.
ഓക്കെ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞത് ആരുടെ ഒരു വകയൊന്നുമല്ല, പിതാവിന്റെയാണ്. പിതാവിന്റെ പുത്രനായ ക്രിസ്തുവിന് വേണ്ടി ആര് കാത്തിരിക്കുന്നുവോ അവന് വേണ്ടി ഒരുങ്ങി. പിതാവേ, നിന്റെ മകന്റെ മണവാട്ടിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് ആ ക്രിസ്തുവിന് വേണ്ടി മാത്രം, ക്രിസ്തുവിന്റെ കാഹളത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്ന് പറയുന്ന ഏത് വ്യക്തിക്കും എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് നിന്റെ സ്വരം എന്നും കേൾക്കണം, എനിക്ക് നിന്റെ മുഖം എന്നും കാണണം, അങ്ങയുടെ ഇഷ്ടം എന്താണെന്ന് എനിക്ക് അറിയണം, അങ്ങയുടെ ഇഷ്ടം അനുസരിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ പറ്റണം, അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് ദാനമായി കൊടുക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അപ്പൊ ആ പരിശുദ്ധാത്മാവിനെ നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിതാവുമായി ഒരു കമ്മ്യൂണിക്കേഷൻ, ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പല കാര്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഞാൻ മലയാളം സംസാരിക്കുന്നു, ഒരു ചൈനക്കാരനോട് എനിക്ക് മലയാളം പറഞ്ഞ് മനസ്സിലാവും? ഇല്ല. ഐദർ എനിക്ക് അറിയണം ചൈനീസ് ഭാഷ, അല്ലെങ്കിൽ അവനറിയണം മലയാളം ഭാഷ, അല്ലെ? എങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റും. പിതാവിനോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂടിയാണ് പരിശുദ്ധാത്മാവ് തന്നെ. വചനത്തിലുണ്ടല്ലോ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്ത കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വേണ്ടി സപ്പോർട്ട്. ഈ സമയത്ത് നീ ഇന്നത് പ്രാർത്ഥിക്ക്, ഈ സമയത്ത് നീ ഇന്നത് ചെയ്യ്, പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡ് ചെയ്ത് തരും. അതനുസരിച്ച് വേണം നമ്മുടെ പ്രാർത്ഥന, അതനുസരിച്ച് വേണം നമ്മൾ പറയും, നമ്മൾ ദൈവമേ അങ്ങയുടെ ഇഷ്ടം നടക്കണേ എന്ന് പറയും. പക്ഷെ നാം പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങൾ എഴുതി വെച്ചിട്ട് പിതാവിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടികളാണ് ഈയിടെയൊക്കെ ഇപ്പോൾ നമ്മൾ ചിന്തിച്ചാൽ കാണാൻ പറ്റും. വിശ്വാസികളൊക്കെ എനിക്ക് നിന്റെ ഇഷ്ടം ചെയ്യണം എന്നൊക്കെ പറയും. എന്റെ മക്കളെ അങ്ങയുടെ നാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നു പറയും. പക്ഷെ പിതാവ് പറയുന്ന പോലെ നമ്മൾ ചെയ്യുന്നുണ്ടോ? ആരും ജഡ്ജ്മെന്റ് ചെയ്യല്ല, എന്നെയും അടക്കം നമ്മൾ ഓരോരുത്തർക്കും. നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മക്കൾ അതിനുവേണ്ടി നമ്മൾ ഉത്സാഹിപ്പിക്കുന്നുണ്ടോ? അതിനുവേണ്ടി നാം സമർപ്പിക്കുന്നുണ്ടോ? അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് ശ്രദ്ധിക്കണം. നമ്മൾ പരിശുദ്ധാത്മാവ് പറയുന്നത് ഞാൻ ചെയ്യാമെന്ന് പറയുന്നത് മാത്രമല്ല, നമ്മൾ ചെയ്യാൻ സന്നദ്ധരാവണം. അതിനവിടെ ചില സാക്രിഫൈസ് ആവശ്യമുണ്ട്. നമ്മളുടെ സമയം ചിലപ്പോൾ നഷ്ടമാവും, ചിലപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഇത് വരും, ചിലപ്പോൾ നമ്മളുടെ ഇഷ്ടങ്ങൾ പലതും മാറ്റിവെക്കേണ്ടി വരും ചിലപ്പോൾ. പക്ഷെ അതിന്റെ റിസൾട്ട് അപാരമായിരിക്കും. അതിന്റെ റിസൾട്ട് പറഞ്ഞാൽ വളരെ അനുഗ്രഹമായിരിക്കും, വളരെ സന്തോഷമായിരിക്കും. മനസ്സിലായോ? അത് ആദ്യമൊക്കെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. കാരണം എന്താ? ഈ ലോകത്തിൽ ഒരുവനുണ്ട്, ഇരുട്ടും അന്ധകാരവും പാഴും ശൂന്യമാക്കിയ ആ ശക്തി ഇന്നും ഈ ഭൂമിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവനൊരു പർട്ടിക്കുലർ സമയം കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ദൈവമക്കളായതുകൊണ്ട് ഞാൻ ആ വചനങ്ങൾ ഒന്നും എടുത്ത് വായിക്കുന്നില്ല. നമുക്കറിയാം, ഒന്ന് പത്രോസിൽ എഴുതിയിട്ടുണ്ട്, അവൻ ആരെ വിഴുങ്ങേണ്ടു എന്ന് കരുതി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ? മാത്രമല്ല, റെവലേഷനിൽ പറയുന്നുണ്ട്, ഒരു പർട്ടിക്കുലർ സമയത്തേക്ക് വേണ്ടി അവൻ അഴിച്ചു വിട്ടേക്കാം. കുറച്ച് നാൾ കഴിയുമ്പോൾ അവനെ 1000 വാണ്ടയ്ക്ക് പൂട്ടിയിടുന്നു, അതിനുശേഷം പെർമനന്റ് അവനെ നശിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾക്കറിയാം. അപ്പൊ ഇപ്പൊ അവനെ അനുവദിച്ചു കൊടുത്തേക്കാണ് ഈ ലോകത്തിൽ കുറച്ച് സമയം. അപ്പൊ അവന്റെ ഡ്യൂട്ടി ചെയ്യാണ്. എന്താണ് ഡ്യൂട്ടി? ഡീപ്രൊമോട്ടായ ആള് എപ്പോഴും ഓർക്കണം, ഒരു പൊസിഷനിൽ ഇരുന്ന വ്യക്തിനെ താഴേക്ക് ഇട്ടപ്പോൾ അവൻ എപ്പോഴും ചിന്ത എന്തായിരിക്കും? എനിക്ക് എന്റെ കൂട്ടായിട്ട് കുറച്ചും കൂടെ പേര് എന്റെ സ്ഥാനത്ത് ചിലര് വെച്ചു, അല്ലെ? അത് ഞാൻ സമ്മതിക്കില്ല, അവരും കൂടെ ഞാൻ എന്നെ പോലെ തന്നെ താഴത്തേക്ക് ഇടുന്നു പറഞ്ഞ് കറങ്ങിക്കൊണ്ട് നടക്കാണ്. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ആദാമിന് ഹവ്വയോട് ഒരു വാർണിംഗ് കൊടുത്തായിരുന്നു. നീ തോട്ടം നീ കാവൽ ചെയ്യണം. നീ തോട്ടത്തിൽ പണിയെടുത്താൽ മാത്രം പോലെ, നീ കാവലും ചെയ്യണം. നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി ഒത്തിരി അധ്വാനിക്കുന്നത്, 24 hours 48 hours ഒക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ടൊക്കെ ചിലപ്പോൾ നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്ന മാതാപിതാക്കളൊക്കെ ഉണ്ട്. എന്തിനു വേണ്ടിയാ? ഞങ്ങളുടെ മക്കൾ അവരുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കണം, അവർ സുരക്ഷിതമായിരിക്കണം, അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവരുത്, അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവുന്നത് നമ്മൾ അവർ സ്നേഹിക്കുന്നതുകൊണ്ട് ചെയ്യുന്നു. പക്ഷെ നാം പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, കാവൽ ചെയ്യാൻ മറന്നുപോകും. പ്രത്യേകിച്ച് സഹോദരിമാർക്ക്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ദൈവം ഒരു അഭിഷേകം തന്ന, ഒരു ഗിഫ്റ്റ് തന്ന, നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് രക്ഷിക്കാനും പറയാനും ഒക്കെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കും. ശരി, നല്ല കാര്യം. പക്ഷെ ഒരു കാര്യം ഓർക്കുക, നമ്മളെ കാവൽ ചെയ്യാൻ കൂടി റെസ്പോൺസിബിലിറ്റി നമ്മൾക്കുണ്ട്. നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ആ അന്ധകാര ശക്തി, ആ ഇരുട്ട് നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി പറ്റാൻ വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കണം. 31-ാം പ്രോവർബ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സദൃശ്യവാക്യം വെച്ച് നമ്മൾ പറഞ്ഞു, അവൾ വീട്ടിലുള്ള എല്ലാവരുടെയും മൂവ്മെന്റ്, നടപ്പ്, പോക്കെല്ലാം സൂക്ഷിച്ചു നോക്കുന്നു. അതാണ് ബുദ്ധിയുള്ള ഭാര്യ. അവൾക്ക് ഉത്തരവാദിത്വം കൊടുത്തിട്ടുണ്ട്. എന്റെ മക്കളുടെ കൂട്ടുകെട്ട് ശരിയാണോ? അല്ലെങ്കിൽ ഞാനും എന്റെ കുടുംബമായിട്ടുള്ള ബന്ധം എവിടെയെങ്കിലും പിശാചി എന്നിൽ വസിക്കുന്നുണ്ടോ? എന്റെ ഭർത്താവിൽ വസിക്കുന്നുണ്ടോ? എന്റെ മക്കളിലുണ്ടോ? എന്റെ ഇൻലോസുമായിട്ടുള്ള ബന്ധം, എന്റെ ഓഫീസിലുള്ളവരുമായിട്ട്, ഇതൊക്കെ സൂക്ഷിച്ചു നോക്കി അവൾ ആ ഗ്യാപ്പുകളൊക്കെ അടച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടു.
അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമ്മളെ തന്നത് എന്തിനാ? വെറുതെ അന്യഭാഷ പറയാനാണോ? ഉറക്കെ പാടാനോ കൈകൊട്ടാനും ആണോ? അതൊക്കെ ഒരു സിംറ്റംസ് ആണ്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മിൽ വയ്ക്കുമ്പോൾ പുറത്തു വരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് തന്നതിന്റെ മെയിൻ ഉദ്ദേശം 1 പത്രോസിൽ എഴുതിയിട്ടുണ്ട്, തക്ക സമയത്ത് നിങ്ങൾ ഉയർത്താൻ. എവിടെ നിന്ന് ഉയർത്താം? അപ്പൊ പലരും നമ്മൾ പലപ്പോഴും ഈ വചനം ഇങ്ങനെ കോട്ടയത്ത് പ്രസംഗിക്കാൻ കേട്ട് നിങ്ങൾ തക്ക സമയത്ത് ഉയർത്തും, നീ ഇപ്പൊ LDC ആണോ, നിന്നെ UDC ആക്കും, പിന്നെ അസിസ്റ്റന്റ് ആക്കും, സെക്ഷൻ ഓഫീസർ ആക്കും, നിന്നെ അണ്ടർ സെക്രട്ടറി ആക്കും, ഡെപ്യൂട്ടി സെക്രട്ടറി, ഇങ്ങനെ പല ഉയർത്തിക്കൊണ്ടിരിക്കും. ആ ഉയർച്ചയല്ല, അത് വരും ഓട്ടോമാറ്റിക്കലി. അത് നമ്മൾ അത് ആലോചിച്ച് വറിയൊന്നും ചെയ്യേണ്ട. തക്ക സമയത്ത് നമുക്ക് ജീവിക്കാനുള്ള നന്മകളൊക്കെ ദൈവം തരും. പക്ഷേ പാപത്തിൽ നിന്ന്, പിശാചിന്റെ ശക്തിയിൽ നിന്നാണ് നമ്മൾ ഉയർത്തേണ്ടത്. നമ്മളെ പിശാച് ഇങ്ങനെ ഈ ഇരുള്, ഈ അന്ധകാരത്തിന്റെ ആ കൂരിരുട്ടിന്റെ ശക്തി, അത് നമ്മെ അതിലേക്ക് വലിക്കാൻ വരും. നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ വിചാരങ്ങളിലൂടെ, നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ദൈവം പറയുന്നത് അനുസരിക്കാതെ ഒക്കെ ആക്കി നമ്മളെ അങ്ങനെയുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉടനെ തന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അനിത, നീ എത്ര വിഷമിച്ചാലും അതൊന്നും സാരമില്ല, നീ ഇപ്പോൾ ഇത് ചെയ്തേ പറ്റൂ. ഇത് ദൈവം നമ്മൾ ഓർമ്മിപ്പിക്കും. അതാണ് തക്ക സമയത്ത് നമ്മൾ ഉയർത്തുക. കറക്റ്റ് സമയത്ത്. ദൈവത്തിനെല്ലാം റൈറ്റ് ടൈമാണ്. ആ റൈറ്റ് ടൈമിൽ നമ്മൾ ചെയ്യുന്നതാണ് ദൈവത്തിന് പ്രസാദം. അല്ലാതെ നമ്മൾ നാളെ ചെയ്യാൻ കർത്താവേ എന്ന് പറഞ്ഞ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നതും അല്ല. രണ്ടും ബരാബറാണ്, രണ്ടും ഒരുപോലെ പാപം തന്നെയാണ്. ദൈവം പറയുന്നത് അപ്പോൾ തന്നെ കേൾക്കുകയും അപ്പോൾ തന്നെ അനുസരിക്കുകയും ചെയ്ത് നോക്കൂ. ഞാൻ എൻ്റെ ലൈഫില് ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ കുറെ അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഞാൻ ഇങ്ങനെ തുണി കുഴയ്ക്കുമ്പോഴൊക്കെ എനിക്ക് അനുഭവം, അതവിടെ ഇട്ടിട്ട് പോവാ, എനിക്ക് ഇന്നാളോട് നീ സംസാരിക്കുന്ന കാര്യം. നിങ്ങൾക്കറിയാം, ഈ ആട്ടയൊക്കെ കുഴയ്ക്കുന്നവർക്ക് കുഴയ്ക്കുമ്പോഴറിയാലും നമുക്ക് എല്ലാവർക്കും അത് ശരിക്കും ഇതാക്കി വെച്ചാൽ അത് ഡ്രൈ ആയിട്ട് പോകും അല്ലേ. പക്ഷെ ഞാനത് വെറുതെ എന്തെങ്കിലും വല്ല ഡക്കൻ ഉപയോഗിച്ച് അടച്ചു വെച്ച് ദൈവം പറഞ്ഞത് ദൈവം പറഞ്ഞത് ഇങ്ങനെ കേട്ട് പലപ്പോഴും എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഒരു ദുഃഖം തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, ഞാൻ വലിയ ആളാവാൻ കാണിക്കില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നിട്ട് ഇന്ന വ്യക്തിയോട് പറയും, ഇന്ന വ്യക്തിനെ ഫോൺ ചെയ്യും. അപ്പൊ ആ വ്യക്തി വളരെ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ ആൻസർ കിട്ടാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും. എനിക്ക് പല അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിച്ച സാധനം ചിലപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരും. പക്ഷെ അതൊന്നും സാരില്ല. അതിനപ്പുറമായി ദൈവം വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തു. മനസ്സിലായ? നമ്മൾ പലപ്പോഴും നമ്മളുടെ ഒഴിവ് കഴിവുകൾ കഴിഞ്ഞിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ആ ദൈവം പറയാൻ ആഗ്രഹിച്ച ആ തീഷ്ണതയോടെ നമ്മളോട് എന്ത് പറയാൻ ആഗ്രഹിച്ച, ഒരു പക്ഷെ അതിന്റെ ദൈവം ചിലപ്പോൾ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അത് മുഴുവനും നമുക്ക് കിട്ടിയില്ല എന്ന് വരും. ഞാൻ മനസ്സിലാക്കിയ കാര്യം, നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ടുള്ളവർക്കായി നന്ദി പറയുന്നു. ദൈവം എന്ത് പറയുന്നു, നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതെ, ഒരു ക്വസ്റ്റ്യൻ ചെയ്യണ്ട. ഞാൻ അവിടെ പോയാൽ എന്താവും, ഞാൻ ഇന്ന ആളുടെ വീട്ടിൽ പോയാൽ എന്താവും, ഇന്ന ആളോട് ഞാൻ ക്ഷമിച്ചാൽ എന്താവും, അല്ലെങ്കിൽ ഇന്ന ആളുടെ വേണ്ടി ഞാൻ സഹായിക്കാനാണ് പോകുന്നത്. അത് ചിലപ്പോൾ അവർ മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്യും. പക്ഷെ സാരമില്ല, ദൈവമാണോ പറഞ്ഞതെങ്കിൽ നീ ചെയ്യണം. അതാണ് തക്ക സമയത്ത് നമ്മളെ ഉയർത്താൻ. കാരണം എന്താ? നമ്മളെ വിഴുങ്ങാൻ വേണ്ടി ചുറ്റിക്കറങ്ങുന്ന ആ അന്ധകാര ശക്തിനെ ദൈവം കാണുന്നുണ്ട്. ദൈവം ഉന്നതനാണ്. ദൈവം എല്ലാം അറിയുന്നു. അവനെ ഉയരത്തിൽ നിന്ന് എല്ലാം കാണുന്നു. അപ്പൊ മനസ്സിലാക്കിയതാ, അവളെ അനിതയെ വിഴുങ്ങാൻ വേണ്ടി ആ ശക്തി ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് അവളെ ആ ശക്തിന്റെ അതിൽ നിന്ന് ഇപ്പൊ തന്നെ വിടുവിക്കണം. അപ്പൊ ദൈവം എന്നോട് പറയാ, മോളെ നീ ഇന്ന കാര്യം ചെയ്യ്. ചിലപ്പോ നമുക്കറിയുന്നില്ല, ഞാൻ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും എന്റെ ചിന്തകൾ അത് അപ്പൊ സംസാരിക്കുന്നു. ചിലപ്പോ ആ സംസാരം ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് ചിലപ്പോ നമുക്കറിയുന്നില്ല. നമുക്ക് തോന്നുന്നു നല്ലതാണെന്ന്. നാം നല്ലതെന്ന് വിചാരിക്കുന്ന പലതും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വളരെ മോശം തന്നെയാണ്. അത് വചനത്തിൽ പറയുന്നു, സാമാന്യമായതും വിശുദ്ധമായതും എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മൾ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ അശുദ്ധമാണ് ചിലത്. നമ്മൾ വിചാരിക്കും, അവരൊക്കെ ഇവരൊക്കെ, അതൊന്നല്ല ദൈവത്തിന് ഇഷ്ടം. നാം ഒരു മണവാട്ടിയായി നമ്മൾ ഇത്തിരി വചനത്തിന്റെ ഉൾഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ ഇത്തിരി കട്ടിയായുള്ള കാര്യങ്ങൾ, നമ്മൾ നോർമൽ ക്രിസ്ത്യനായി ജീവിക്കരുത്. സൺഡേ ക്രിസ്ത്യൻ
നോർമൽ ക്രിസ്ത്യൻ, ഒരു സാധാരണ പെന്തക്കോസ്ത്. അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കും നമ്മളൊരു പാപം ചെയ്യുന്നില്ലല്ലോ, ഐഡൽ വർഷിപ്പ് ചെയ്യുന്നില്ല, നമ്മള് അല്ലെങ്കിൽ പള്ളിയിൽ പോകാതിരിക്കുന്നില്ല, നമ്മളെല്ലാം വളരെ എല്ലാ കാര്യങ്ങളും വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നു, അപ്പൊ നമ്മളൊരു പാപം ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ എത്രയോ ദൈവത്തിന്റെ വാക്കുകൾ നമ്മൾ കേൾക്കാതെ പോയി, എത്രയോ വാക്കുകൾ നമ്മളുടെ ചെവിയിൽ നമ്മൾ കേട്ടില്ല, കേട്ടത് നമ്മൾ അനുസരിച്ചില്ല, അല്ലെങ്കിൽ ദൈവം പറഞ്ഞത് നമ്മൾ ചെയ്യാതെ പോയി. അതല്ലേ പാപമൊക്കെ. നമ്മൾ വിചാരിക്കും ഞാൻ അന്യഭാഷ വരുന്നുണ്ട് എനിക്ക്, ഞാൻ മറ്റുള്ളവരുടെ പ്രാർത്ഥന വിളിക്കുമ്പോൾ, സിസ്റ്റർ പ്രാർത്ഥിക്കാൻ വിളിക്കുമ്പോൾ പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കൂട്ടായ്മയുണ്ട്, എല്ലാം ഉണ്ട്, ദേവദാസന്മാരെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ റെവലേഷന്റെ പുസ്തകത്തില് എല്ലാ 7 സഭകൾക്കും വേണ്ടി വചനം എഴുതുമ്പോൾ ദൈവാത്മാവ് പറയുന്നുണ്ട്, 7 സഭകളോടും കോമൺ ആയി പറയുന്ന കാര്യം ഉണ്ടല്ലോ, ആത്മാവ് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, 7 സഭകളോടും പറയുന്നു. അതിന്റെ അർത്ഥം ആത്മാവ് എല്ലാവർക്കും കോമൺ തന്നെ. ആ സഭകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, എഫെസോസ്, സ്മർന്നയൊക്കെ എല്ലാ സഭകളെയും നമ്മൾ എടുത്ത് പഠിക്കുമ്പോൾ ഓരോരുത്തരിലും ആ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത നോക്കും. ആരെങ്കിലും പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മറിച്ചു പോവാം. ദയവ് ചെയ്ത് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലാണല്ലോ വചനം നോക്ക്. എഫെസസിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, അതിന്റെ 1-ാമത്തെ ചാപ്റ്റർ അതിൽ എഴുതിയിട്ടുണ്ട്, 7-ാമത്തെ വാക്യത്തിൽ എന്ത്, അവന്റെ ആ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയായിരുന്നു, കുന്നവൻ അപ്പിയറൻസ്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ, ജയിക്കുന്നവനെ ഞാൻ ദൈവത്തിന്റെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല വായിക്കാനായിട്ട്, ആ പ്രത്യക്ഷത മാത്രം നമുക്ക് വായിക്കാം. 1:7 പറയുന്നത് പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നത് അല്ലെ. അതിന്റെ 2-ാമത്തെ സഭ സ്മരണ വരുമ്പോൾ നമുക്കറിയാം, അതില് വേഴ്സ് 8 പറയുന്നത് ആ 2-ാമത്തെ ചാപ്റ്റർ നോക്കുമ്പോൾ വേഴ്സ് 8 പറയുന്നുണ്ട്, മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ. ഓരോ ഇതുകൾ വരുമ്പോൾ, പെർഗമസിൽ വരുമ്പോൾ പറയുന്നുണ്ട്, മൂർച്ചയേറിയ ഇരുവായ്ത്തലവാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. തുയതൈരയിൽ വരുമ്പോ പറയാം, അഗ്നിജാലിക്കൊത്ത കണ്ണും വെള്ളോട്ടിന് സദൃശ്യമായ കാലുമുള്ളവൻ അരുളി ചെയ്യുന്നു. അതായത് 7 സഭകളിൽ നോക്കുമ്പോൾ പ്രത്യക്ഷത വ്യത്യസ്തം. ഇപ്പൊ നമ്മൾ ഈ ലൈനിൽ നമ്മൾ 33 ആളുകളുണ്ട് അല്ലെ. ഈ 33 ആൾക്കാരും നമ്മൾ ദൈവമായിട്ടുള്ള, നമ്മൾ ആദ്യമായിട്ട് ദൈവത്തെ അനുഭവിച്ചറിഞ്ഞത് അനുഭവം വ്യത്യസ്തമല്ലേ. ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് തകരുന്ന സമയത്താണ് ഞാൻ കർത്താവിനെ കണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എന്റെ കല്യാണം കഴിഞ്ഞപ്പോൾ എന്റെ കൂട്ടുകാരികളൊക്കെ പറഞ്ഞു, നിങ്ങൾ എത്ര ഭാഗ്യമാണ്, ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ ജോലിയുണ്ട്, 2 പേർക്ക് യങ് ആണ്, നിങ്ങൾക്ക് പൈസയുണ്ട്, ജോലിയുണ്ട്, പൊസിഷൻ ഉണ്ട്. ഞാനും ഓർത്തു നമ്മുടെ ലൈഫ് എത്ര മനോഹരമായിരിക്കുന്നു. പക്ഷെ ഞങ്ങളുടെ ലൈഫിലും പ്രശ്നങ്ങൾ വന്നു. എന്താ പ്രശ്നം അന്നും അറിയില്ല, ഇന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നറിയാം, എല്ലാം നന്മയ്ക്ക്. എന്റെ ക്രിസ്തുവിനിലേക്ക് എനിക്ക് വരണ്ടായിരുന്നു. എന്റെ ക്രിസ്തു എന്നെ കൊണ്ടുവന്ന്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആലോചിച്ചു, എന്റെ ചെവിയിൽ ഒരു രഹസ്യം പറയാൻ എന്നെ ചില വഴിയിലൂടെ കടത്തി കൊണ്ടുവന്നു അല്ലെ. അതുകൊണ്ട് ഞാൻ ഇന്ന് എന്റെ ക്രിസ്തുവിന്റെ മണവാട്ടിയായി. ജോലി ഒന്നുമല്ല ഏറ്റവും വലുതെന്ന് എനിക്കിന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോ അപ്പൊ എനിക്ക് അനുഭവിച്ച എന്റെ അനുഭവമായിരിക്കില്ല സൂസൻ സിസ്റ്ററിനുള്ള അനുഭവം, അതായിരിക്കില്ല ലില്ലിയാൻറ്റിക്കുള്ള അനുഭവം. പലർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാണ്. പക്ഷേ നമ്മെ എല്ലാവരെയും ഈ അനുഭവത്തിലൂടെ നടത്തുന്നത്, നമ്മെ എല്ലാം കൂട്ടിച്ചേർക്കുന്നത്, നമ്മെ എല്ലാം നയിക്കുന്നത്, നമ്മെ എല്ലാം ഇനി കൊണ്ടുപോകുന്നത്, നമ്മെ എല്ലാം കോർത്തിണക്കി ഇങ്ങനെ പല മുത്തുകൾ ഇങ്ങനെ വെച്ചിരി, ആ മുത്ത് അവിടെ ഇവിടെ ഇരുന്ന നമുക്ക് മാലയാവില്ലല്ലോ, അതിനെ കോർക്കാൻ ഒരു ചരട് വേണമല്ലോ. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മളെയൊക്കെ കോർത്ത് കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവമായതിനോ പ്രത്യക്ഷത ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയതിന് ചിലർ കടഭാരത്തിലിരിക്കുമ്പോഴായിരിക്കും, ചിലർ ക്യാൻസർ വന്നപ്പോഴായിരിക്കും, ചിലർ കുടുംബജീവിതം തകർന്നപ്പോഴായിരിക്കും, ചിലർ വചനം വായിക്കുമ്പോഴായിരിക്കും. പലർക്കും പല രീതിയിൽ പ്രത്യക്ഷനായി ക്രിസ്തു. പക്ഷേ ആത്മാവ് എല്ലാവരിലും ഒന്ന്. അതാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഇരുന്നവരാവട്ടെ, യൂറോപ്യൻ കൺട്രീസിലായിക്കോട്ടെ, ഇന്ത്യയിൽ ഇരിക്കുന്നവരാകട്ടെ, അത് സൗത്തിലായിക്കോട്ടെ, നോർത്തിലായിട്ടെ, എവിടെയായിരുന്നോട്ടെ, നമ്മെ എല്ലാവരെയും കൂട്ടിച്ചേർക്കുക, നമ്മെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയാണ്. അതാണ് പരിശുദ്ധാത്മാവ്. എത്ര വലിയ ശക്തിയാണ് അല്ലേ അവന്റെ ആ ശക്തി. ആ വ്യക്തി ആരാണ്? മണവാളന്റെ അടുത്ത ക്ലോസ് ഫ്രണ്ടാണ്, ചില്ലറക്കാരനൊന്നുമല്ല, മണവാളന്റെ ക്ലോസ് ഫ്രണ്ടാണ്. ഓക്കെ, ആ മണവാളന്റെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ടായി നമ്മൾക്ക്
ദൈവം നമ്മളെ എന്തിനാ മണവാളൻ ആ ഫ്രണ്ടിനെ തന്നത്? നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്. നമുക്ക് ഈ ദുഷ്ടലോകത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. എത്ര വലിയ റെവറന്റ് ഡോക്ടർ എന്തൊക്കെ ആയിക്കോട്ടെ, എത്ര മരിച്ച ഡെഡ് ബോഡികൾ ഉയർപ്പിക്കുന്നവനായിക്കോട്ടെ, ബൈബിളിലെ എല്ലാം അരച്ച് കലക്കി കുടിച്ച് പറയാൻ കഴിവുള്ളവനായിക്കോട്ടെ, പരിശുദ്ധാത്മാവ് എന്ന ശക്തിയില്ലെങ്കിൽ നമ്മൾ ഒന്നുമില്ല. ഇപ്പൊ നമ്മള് ബൾബ് കത്തുന്നുണ്ട് അല്ലെ? ഈ ബൾബ് എന്നും കത്തിയത് അതിനെടുത്ത് ഇവിടെ എവിടെയെങ്കിലും വെച്ച് അത് കത്തുമോ? ഇല്ല. അതിനെ അവിടെ ഹോൾഡറിൽ പിടിപ്പിച്ച് എന്നാലും കത്തില്ല. അതിൽ ഇലക്ട്രിസിറ്റി നമ്മൾ സപ്ലൈ കൊടുക്കുമ്പോൾ, കണക്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് കത്തുന്നുള്ളൂ. സ്വയമായി അതിന് ചെയ്യാൻ ഒരു കഴിവുമില്ല. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമുക്കൊന്നും സ്വയമായിട്ട് ഒന്നും ചെയ്യാൻ കഴിവില്ല. നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയാം. ഏറ്റവും വലിയ പാപമാണ് അത്. എനിക്ക് ആരുടെ ആവശ്യമില്ല, എന്റെ സഭയ്ക്ക് ഞാൻ നടത്തിക്കോളാം, എനിക്ക് ഞാൻ മാത്രം മതി, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. പ്രത്യേകമായി ഞാൻ ഇന്നലെ ഇവരുടെ സിസ്റ്റർ അത് മീറ്റിങ്ങിന്റെ ലിങ്ക് ഇട്ട് ഞാൻ കുറച്ചു നേരം അത് കാണാനിടയാ. അപ്പോഴാ മനസ്സിലായി IPC അങ്ങനെ ഇതിന്റെ ഒരു ഡിനോമിനേഷനും നമുക്ക് ഒരു ഇതുമല്ല. IPC ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, AG ആയിക്കോട്ടെ. വാസ്തവം പറഞ്ഞ് ഞാൻ ജനിച്ച വളർന്നൊക്കെ IPC ആ സംഘടനയിലാണ്. പക്ഷെ ജോലിയോടുകൂടെ സുവിശേഷം ചെയ്യുവാൻ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ AG-യിൽ ചേരേണ്ടതായിട്ട് ഉള്ള അവകാശമുണ്ട്. പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥം കർത്താവ് ഒരിക്കലും IPC-യിലുള്ളവർ വാ, ചർച്ചകളിലുള്ളവർ ആദ്യം വരട്ടെ, AG-യിലുള്ളവരുമായിട്ട് എന്ന് പറഞ്ഞിട്ട് ആൽഫബറ്റിക് ഓർഡറിലൊന്നും അവിടെ കർത്താവ് വിളിക്കില്ല. നമ്മളെല്ലാം ഒരു പിതാവിന്റെ മക്കൾ. നമുക്കെല്ലാവർക്കും പകർന്നു തന്നത് ഒരു പരിശുദ്ധാത്മാവ്. നമുക്കെല്ലാവർക്കും കൂടിയുള്ളത് ഒരു മണവാളൻ. ആ മണവാളൻ ക്രിസ്തു. അത് ഹെഡാണ് നമ്മുടെ, അവന്റെ ബോഡിയാണ് നമ്മളെല്ലാവരും. അതിൽ ഞാൻ പറഞ്ഞ കൊഴുതുപോകുന്ന തലമുടി മുതൽ പാദത്തിന്റെ അടിഭാഗം വരെയുള്ള ഓരോ ഓർഗൻ, ഇന്റേണൽ എക്സ്റ്റേണൽ എല്ലാ ഓർഗനുകൾക്കും അതിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളെല്ലാം ദൈവം തെരഞ്ഞെടുത്തവർ. അപ്പൊ ഈ കാര്യസ്ഥനെ നമുക്ക് തന്നതിന്റെ ഉദ്ദേശം എന്താ? നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളെ തെറ്റിക്കാൻ 24/7 വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയിൽ നിന്ന് നമ്മളെ തക്ക സമയത്ത് ഉയർത്തി ഓരോ സ്റ്റെപ്പ് നമ്മൾ മുന്നോട്ട് വെക്കുവാൻ വേണ്ടി, നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടി തന്നതാണ് പരിശുദ്ധാത്മാവ്. അത് പരിശുദ്ധമാണ്. കാരണം പരിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവ്. ഓക്കെ, അപ്പോ നമുക്ക് ഒരു വാക്യം കൂടി ബൈബിളിൽ നിന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എസ്തേറിന്റെ പുസ്തകം ഒന്ന് എടുത്താട്ടെ പ്ലീസ്. എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരു വാക്യം നമുക്കൊന്ന് വായിക്കാം. 2:15 നമുക്ക് വായിക്കാം. ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിച്ചാട്ടെ പ്ലീസ്. കിട്ടിയോ ആർക്കെങ്കിലും? 15. എന്നാൽ മൊർദെഖായി തനിക്ക് മകളായിട്ട് എടുത്തിരുന്ന അവന്റെ ചിറ്റപ്പൻ അബിഹേലിന്റെ മകളായ എസ്തേറിന് രാജസന്നിധിയിൽ ചെല്ലുവാൻ മുറ വന്നപ്പോൾ അവൾ രാജാവിന്റെയും ഷണ്ഡനും അന്തഃപുര പാലകനുമായ ഹേഗായി പറഞ്ഞത് മാത്രമല്ലാതെ ഒന്നും ചോദിച്ചില്ല. എന്നാൽ എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നും. അങ്ങനെ എസ്തേറിനെ അഹശ്വേരോശ് രാജാവിന്റെ വാഴ്ചയുടെ 7-ാം ആണ്ട് തേബേത്ത് മാസമായ 10-ാം മാസത്തിൽ രാജധാനിയിൽ അവന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു. രാജാവ് എസ്തേറിനെ സകല സ്ത്രീകളെക്കാളും അധികം സ്നേഹിച്ചു. സകല കന്യകമാരിലും അധികം കൃപയും പക്ഷവും അവളോട് തോന്നിയിട്ട് അവൻ രാജകിരീടം അവളുടെ തലയിൽ വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കി. താങ്ക് യു സിസ്റ്റർ. എസ്തേർ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെ, വളരെ മനോഹരമായ കാര്യം. ആ എസ്തേറിന് ഇവിടെ എഴുതിക്കാണ് രാജസന്നിധിയില് രാജാവിന്റെ അസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ സഹായിക്കാനുള്ളവരാണ് ഈ ഷണ്ഡന്മാരെയാണ് നിർത്തുക. കാരണം എന്താണെന്ന് അറിയാമായിരിക്കും എല്ലാവർക്കും. അന്നൊക്കെ ഈ ഷണ്ഡന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, അവർക്ക് സ്ത്രീകളെ കൂടെ ഒന്നും അങ്ങനെ ബന്ധമുണ്ടായാലും ഒന്നും അവിടെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും നമ്മൾ വായിച്ചാൽ കാണാം അന്തപുരത്തിലൊക്കെ അങ്ങനത്തെ വ്യക്തികളെയാണ് ഉപയോഗിക്കാറ്. ഈ
ആക്ച്വലി എസ്തേർ ഇതുപോലെ ഉത്തരവാദിത്തമാണ് അന്ന് ആ ഒരു ഷണ്ടന് കൊടുത്തത്. ഈ കന്യകമാര് വസ്തി രാജ്ഞി സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു പോയി. അപ്പൊ വസ്തിക്ക് പകരം എന്തായാലും ഒരു രാജ്ഞി അവിടെ ആവശ്യമാണല്ലോ. ഈ റാണിക്ക് വേണ്ടിയുള്ള ആ ഒരു കോമ്പറ്റീഷൻ പോലെ അങ്ങനെ നടക്കാണ് അല്ലെ, ബ്യൂട്ടി കണ്ടന്റ് പോലെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതില് വന്ന പെൺകുട്ടിയാണല്ലോ എസ്തേർ. അവളുടെ ചിറ്റപ്പൻ മൊർദെഖായി അവളെ കൊണ്ടുവന്നു. അപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിൽ എന്താ നമ്മൾ കണ്ടത്? എല്ലാ കന്യകമാർക്കും അവർക്ക് ആവശ്യമുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ ശരീരം ബ്യൂട്ടിയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാ കാര്യങ്ങൾക്കുള്ള എല്ലാ രാജധാനിയാണല്ലോ, എല്ലാം സഫീഷ്യന്റ് ആയി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വായിക്കുകയാണ് എസ്തേർ ഈ ഷണ്ടൻ പറഞ്ഞ കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതലൊന്നും അവൾ ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വായിച്ചത്? അവളോട് എല്ലാവർക്കും സ്നേഹവും ഇഷ്ടമൊക്കെ തോന്നി. രാജാവിനാണ് ഭയങ്കര കൃപ തോന്നി, അവളോട് ഭയങ്കര ഇഷ്ടം തോന്നി. രാജാവുള്ള കണ്ടവശം രാജാവ് എന്ത് ചെയ്തു? വസ്തിയുടെ സ്ഥാനത്തേക്ക് അവളെ അഭിഷേകം ചെയ്യുമ്പോൾ കിരീടം അവളുടെ തലയിൽ വെച്ചു കൊടുത്തു അല്ലേ? അപ്പൊ അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, എസ്തേറിന് വേണമെങ്കിൽ എനിക്ക് അത് വേണം, ഇത് വേണം, എനിക്ക് ആ കളർ ഡ്രസ്സ് വേണം, ഇത് വേണം, എന്തുകൊണ്ട് ചോദിച്ചില്ല? അവൾ വളരെ ബുദ്ധിയുള്ളവളാണ്. അവൾ ആ ഷണ്ടനോട് ചോദിച്ച് മനസ്സിലാക്കി. ഷണ്ടൻ ആരാണ്? രാജസന്നിധിയിലെ രാജാവിന്റെ അടുത്ത് വർഷങ്ങളായിട്ട് രാജാവിന്റെ കൂട്ടുകാരന്, രാജാവിന്റെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ, വസ്തി എന്തുകൊണ്ട് പുറത്താക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് രാജാവിന് ഇഷ്ടം, എല്ലാം A to Z അറിയുന്ന ആ വ്യക്തിയോട് ഇവളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അതുകൊണ്ട് ഇപ്പൊ ചോദിക്കും, എസ്തർ നിനക്ക് ഈ സാരി വേണോ, ഇന്നത് വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ വസ്ത്രങ്ങൾ, ഇന്ന് സാരി എന്ന് നമ്മളെ ഭാഷയിൽ പറയുന്ന അന്നത്തെ ഇങ്ങനെയുള്ള വസ്ത്രങ്ങളായാലും ഇത് വേണോ അത് വേണോ ചോദിക്കുമ്പോൾ ഇവളെന്താ പറഞ്ഞിട്ടുണ്ടാവും? നിങ്ങൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് എനിക്ക് തന്നാൽ മതി, നിങ്ങളുടെ ചോയ്സ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വിട്ടുകൊടുത്തു. അതുകൊണ്ട് എന്തുണ്ടായി? രാജാവ് അവളെ ആഗ്രഹിച്ചു, രാജാവ് അവളെ സെലക്ട് ചെയ്തു. നാം കാത്തിരിക്കുന്നത് ആരെയാണ്? നമ്മുടെ മണവാളിന് വേണ്ടി അല്ലെ? നമ്മുടെ മണവാളൻ ഒരു വ്യക്തിയെ നമുക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് തന്നിരിക്കുന്നു, അതാണ് കാര്യസ്ഥൻ. അപ്പൊ നാം ആ മണവാളിന് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നാം ആരോട് ചോദിക്കണം മണവാളിന്റെ ഇഷ്ടങ്ങൾ? മണവാളിനെ നന്നായി അറിയുന്ന പിതാവ് അയച്ച ആ കാര്യസ്ഥനോട് നമ്മൾ ചോദിക്കണം. അവനുമായിട്ട് നമ്മൾക്ക് ഒരു റിലേഷൻ ഉണ്ടാവണം, ഒരു വ്യക്തിപരമായ ബന്ധം. അവനോട് ചോദിക്കണം, എന്റെ മണവാളന് എന്താണ്, ഞാൻ ഏത് വസ്ത്രമാണ് ഉടുക്കേണ്ടത്, ഞാൻ എവിടെയാണ് പോകേണ്ടത്, ഞാൻ എന്താണ് ഭക്ഷണം കഴിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് അവന്റെ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഞാൻ ഇന്ന് എന്ത് ചെയ്യണം, ഞാൻ എല്ലാം ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായി ഈ കാര്യസ്ഥൻ നമുക്ക് എല്ലാം പറഞ്ഞു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമുക്ക് തന്നതിന്റെ ഉദ്ദേശം മനസ്സിലായോ? വസ്തിയുടെ സ്ഥാനത്ത് അതാണ്. നോക്കൂ, സ്വന്തമായവരിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ തള്ളിക്കളഞ്ഞു. നമ്മൾ വന്നത് എങ്ങനെ? കൃപ. നമ്മുടെ സൗന്ദര്യം ഒന്നും കണ്ടിട്ടോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടോ, നമ്മളിലെ ഒരു ക്വാളിറ്റീസ് കണ്ടിട്ടോ ഒന്നുമല്ല നമ്മളെ ദൈവം സെലക്ട് ചെയ്തത്. അവന്റെ കൃപ. ആ വസ്തിനെ മാറ്റിയപ്പോൾ ആ സ്ഥാനത്തേക്ക് എസ്തേറിനോട് ഒരു കൃപ തോന്നി, എസ്തേറിനെ സെലക്ട് ചെയ്തു. നമുക്ക് ആ കൃപ, നമ്മളിന്ന് കൃപായുഗത്തിലാണ്. നമ്മൾ കൃപയാൽ അവന്റെ സന്നിധിയിലേക്ക് വന്നു. കൃപയാൽ ക്രിസ്തുവിനെ അറിയാൻ ഭാഗ്യം കിട്ടി അല്ലെ? കൃപയാൽ ആ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നെങ്കിൽ നമുക്ക് ആരും ഞാൻ വലിയ ആളാണ്, ഞാൻ ഇന്നേക്കാൾ ശ്രേഷ്ഠനാണെന്ന് കരുതി നടക്കാൻ ഒരു കാരണം നമുക്കില്ല. കാരണം കൃപയാലാണ്. എപ്പോ വേണമെങ്കിലും ഈ കൃപയിൽ നിന്ന് നമ്മെ തള്ളിക്കളയുവാനും അധികാരമുള്ള ഒരു വ്യക്തിയുടെ കീഴിലാണ് നമ്മൾ. അപ്പൊ നമ്മളെ തള്ളിക്കളയാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൃപയ്ക്കുള്ളിൽ തന്നെ നാം എപ്പോഴും നടക്കാൻ നമ്മൾ ശീലിക്കണം. എപ്പോഴും നമ്മൾ അങ്ങനെ നടക്കാൻ ശീലിക്കണം. ദൈവഭയം നമുക്ക് ഏറ്റവും, നമ്മൾക്ക് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് അവർക്ക് ദൈവഭയമുണ്ട്, പക്ഷെ അവർക്ക് കൃപ ലഭിച്ചില്ല. കാരണം അവർ തള്ളിക്കളഞ്ഞത് കൊണ്ട്. നമുക്ക് ആ കൃപ കിട്ടിയത് കൊണ്ട് നമ്മൾ ആൾക്കാർക്ക് ദൈവഭയം കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തിരിക്കുന്നവർക്ക് ഒരു ഹോളിന്റെ ഉള്ളിൽ ഇരുന്ന് തൊട്ടടുത്തിരിക്കുന്നവരുടെ കുറിച്ച് ചീത്തയായി ചിന്തിക്കാനും പറ്റും. അതൊക്കെ ഇരുന്നിട്ട് അന്യഭാഷമാര് കൈകൊട്ടാനും ഒക്കെ ധൈര്യം നമുക്കുണ്ട്. മറ്റുള്ളവരുടെ ഇപ്പൊ ഒരു സ്വന്തം സഹോദരന് അഗെയിൻസ്റ്റ് കേസ് കൊടുക്കാനും ജയിലിൽ കൊണ്ട് കയറ്റാനും ഒരു പേടിയില്ല. കാരണം എന്തുകൊണ്ടാ? ദൈവഭയം കുറഞ്ഞതുകൊണ്ട്. നാം ദൈവഭയത്തിൽ വരണം. നമ്മുടെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ഒന്നും നമ്മൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ രാജാവ് നമ്മുടെ സൗന്ദര്യത്തെ ആകർഷിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ആ രാജാവിന്റെ രാജ്ഞിയായി വാഴുവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുള്ളൂ.
അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിച്ചു, നമ്മളൊക്കെ മണവാട്ടി എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ? ക്രിസ്തുവിന്റെ വരവ് വരെയും നമുക്ക് എല്ലാവർക്കും പ്രത്യാശയുണ്ട് അല്ലെ? നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതാണ്. ക്രിസ്തുവിന്റെ വരവിൽ എനിക്ക് പോകണം കർത്താവേ. എവിടുന്ന ഞാൻ ലോകത്തിന്റെ ഏത് കോർണറിലായിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, അങ്ങയുടെ കാഹളനാദം കേൾക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാവണേ. അങ്ങ് വരുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് അങ്ങയോടൊപ്പം ചേരുവാൻ എനിക്ക് പറ്റണേ എന്ന് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നാം ശരിക്കും ചെയ്യുന്നുണ്ടോന്ന് എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നും നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഒന്നും കൂടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. അവൻ പറഞ്ഞതല്ല, അതൊന്നും ചോദിച്ചില്ല. എസ്തേറിന് എന്ത് ചോദിച്ചാലും കൂടെ അവളെ പോലെയുള്ള മറ്റ് കന്യകമാരൊക്കെ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചു, ഇഷ്ടമുള്ളതുപോലെ ഒരുങ്ങി, ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തു. പക്ഷെ രാജാവ് അവരൊക്കെ റിജക്ട് ചെയ്തു. നമ്മളെ രാജാവ് സ്വീകരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനോട് നാം ചോദിക്കണം. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾക്ക് ബന്ധം വേണം. പരിശുദ്ധാത്മാവ് നമ്മെ കൺട്രോൾ ചെയ്യണം. ആ ഒരു ലൈഫിലേക്ക്, ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം. ഓക്കെ, ദൈവം കുറച്ച് ദിവസം മുമ്പ് തൊട്ട് എന്നെ അവിടെ ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ. ഇടുക്കുവാതിലൂടെ കടക്കേണ്ട കാര്യത്തെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇടുക്കുവാതിലൂടെ അകത്ത് കടക്കണം എന്ന് പറഞ്ഞതിനെ പറ്റിയിട്ട് പറഞ്ഞു. ഒരു ദിവസം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. എന്താവട്ടെ, ഞാൻ പറയാനൊന്നും ആഗ്രഹിക്കുന്നത്, എന്നെ വളരെ ഹർട്ട് ചെയ്തു. ഞാൻ അത് മറക്കൊക്കെ ചെയ്തു. അവരോട് ക്ഷമിച്ചു, മറന്നു. അവരുടെ തെറ്റൊക്കെ തന്നെ, സാരില്ല, നമ്മളെ ദൈവം അതാണ് പഠിപ്പിച്ചത്. 7x70 490 ടൈംസ് ആണ് ഒരു ദിവസം നമുക്ക് ക്ഷമിക്കാനുണ്ട്. ക്ഷമിക്കുകയൊക്കെ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോ ദൈവം എന്നോട് പറഞ്ഞു, അനിത, ഞാൻ നോക്കി, നീ ക്ഷമിച്ചു, എല്ലാം ശരി, ഒക്കെ ശരിയാണ്, നീ ക്ഷമിച്ചു, നീ അവരെ സ്നേഹിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ ഞാൻ കേട്ടു. പക്ഷെ നീ ഇനി ഇത് സംഭവിച്ചിട്ടേ ഇല്ല, ഇങ്ങനൊരു ശബ്ദം നീ കേട്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു കാര്യം അവര് പറഞ്ഞിട്ടേ ഇല്ല എന്നതുപോലെ നീ അതിനെ മറക്കാൻ നീ ശ്രമിക്കണം, നീ പഠിക്കണം. അങ്ങനെ നമ്മൾ മറക്കണം എന്ന് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പാഠമായിരുന്നു അത്. നമ്മൾ അവർ ക്ഷമിച്ചു മറന്നൊക്കെ ചെയ്തു, അവരോട് ഒരു ദേഷ്യമില്ല. പക്ഷെ എന്നാലും ഇടയ്ക്ക് ചിലപ്പോ നമുക്ക് ഓർമ്മ വരും, അയ്യോ എന്നാലും അവരങ്ങനെ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ഇല്ല, ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ ഇതും അതിൽ പെടും. ഇടുക്കുവാതിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമ്മൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ എടുക്കും ഞരക്കൊക്കെ, നമുക്കൊക്കെ എത്ര വലിയ ജോലിക്കാരായാലും എത്ര പൈസ ഉണ്ടായാലും നമുക്കും ഉണ്ടാവില്ലേ. ഇപ്പം അമ്പാനോട് ചോദിച്ചാൽ അങ്ങോർക്കും ഉണ്ടാവില്ലേ, സാമ്പത്തികമായ പ്രതിസന്ധി ഒക്കെ വരില്ലേ. അപ്പൊ നമ്മൾ വിചാരിക്കും അങ്ങനത്തെ പല പ്രശ്നമായിരിക്കും. അല്ലെങ്കിൽ മക്കൾ ചിലപ്പോൾ നമ്മൾ പറഞ്ഞത് ഓപ്പോസിറ്റ് ഒക്കെ ചിലപ്പോൾ ചില ഡിസിഷൻ എടുക്കും, നമുക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലാത്ത ഡിസിഷനൊക്കെ വേദനിപ്പിക്കുകയൊക്കെ ചെയ്യല്ലേ, വേദനയൊക്കെ. നമ്മൾ വിചാരിക്കും അത് മാത്രമാണ്. അത് മാത്രമല്ല, അതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്ത് ഇൻസിഡന്റ് നടന്നാലും എന്ത് നടന്നാലും ദൈവം പറഞ്ഞതാ, നീ അതിനെ ക്ഷമിച്ചിട്ടുണ്ടാവും, മറന്നുണ്ടാവും, പക്ഷെ ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള പോലെ ക്ലിയർ സ്ലേറ്റ് എഴുതി നമ്മള് മഷിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കി അങ്ങനത്തെ ഇത് കൊണ്ട് നടക്കണം പറഞ്ഞു. ഓക്കെ കർത്താവേ, അതിനുള്ള പ്രാക്ടീസാണ്. അപ്പൊ അതിനുശേഷം പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയപ്പോ അതിന്റെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ അതിനേക്കാൾ ഹാർഡായിട്ടുള്ള ഒരു സംഭവം നടക്കാനിടയെ, വല്ലാതെ തകർത്ത് കളയുന്ന സംഭവം. പക്ഷെ എന്നോട് പരിശുദ്ധാത്മ ഓർമ്മിപ്പിച്ചു, അനിത, നീ എന്നാള് LKG UKG KG കിൻഡർഗാർട്ടൻ നീ പാസ്സായിട്ടുള്ളൂ, ഈ ഹൈസ്കൂളിന്റെ ഒരു എക്സാം ആണ് അത്. ഇനി അതിലേലും വലുത് ചിലപ്പോ വരും. കംപ്ലീറ്റ് മറന്ന് മാച്ച് ഹാപ്പിയായി എല്ലാം ഇരിക്കും. ഓക്കെ, മനസ്സിലായോ? നാം എല്ലാവരും ഇടുക്കുവാതിലൂടെ കടന്നെങ്കിൽ മാത്രമേ കർത്താവിന്റെ അടുത്തുള്ളൂ. അതിന് ചില പ്രാക്ടിക്കലുകൾ നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ തിയറി എല്ലാവർക്കും അറിയാം അല്ലെ, പ്രാക്ടിക്കൽ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ശരീരമൊക്കെ നല്ല ഇതാക്കാൻ വേണ്ടി നമ്മൾ എന്തിനാ എക്സസൈസ് ചെയ്യുന്നതിനാ? നമ്മുടെ മസിലുകളൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടി പ്രാക്ടിക്കൽ ചിലത് ചെയ്യണം. അല്ലെങ്കിൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ച് തിയറി പഠിച്ച വല്ല ബോഡിക്ക് വല്ല ഇതും വരും? ഇല്ല. നമ്മൾ ചിലപ്പോൾ നടക്കണം, ചാടണം, അല്ലെങ്കിൽ നമ്മൾ പല ഡ്രിൽ മെഷീനിൽ പോയി നമ്മൾ ചിലപ്പോൾ എക്സസൈസ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതുപോലെയാണ് ശത്രുവിന് നമ്മുടെ മുന്നിൽ അവൻ ഓരോ പരീക്ഷകൾ കൊണ്ടുവരും. നീങ്ങി നിൽക്കുക അങ്ങോട്ടെന്ന് പറയുമ്പോൾ എന്റെ കൈ കൊണ്ട് ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എന്റെ കൈക്ക് അതൊരു എക്സസൈസ് ആണ് അല്ലെ.
ഒരു എക്സാമ്പിൾ പറഞ്ഞത്, നാം ശത്രുവിന് നേരെ നമ്മൾ വചനവും അത് അപ്പോഴോർക്ക നമുക്ക് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാര്യസ്ഥൻ നമുക്ക് തന്നിട്ടുണ്ട്. ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ, A to Z ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ അത് ഏൽപ്പിക്കാമോ? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടു കൂടെ അത് ഫേസ് ചെയ്യാമോ? പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൺട്രോൾ കൊടുത്തിട്ട് ആ സിറ്റുവേഷനെ നിങ്ങൾ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ഒരുങ്ങാമോ? നമ്മൾ തന്നെ അത് ജയിക്കും. ദൈവം നമ്മളെ നടത്തും. നമ്മൾ പലപ്പോഴും ഫെയിലായി പോകുന്നത് എന്തുകൊണ്ടാണ്? നിരാശയായി പോകുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കയ്യിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെയാണ്. പരിശുദ്ധാത്മാവ് വളരെ ഡീസന്റ് അല്ലെ? നമ്മുടെ ക്രിസ്തു എത്ര ഡീസന്റ്. ആരുടെ അടുത്ത് പോയിട്ട് ജബർദസ്ത് കുത്തി കയറിയൊന്നും വീട്ടിൽ കയറുന്നില്ല. അവൻ നോക്ക് ചെയ്തിട്ട് തന്നെ പോവുള്ളൂ അല്ലെ? പരിശുദ്ധാത്മാവിന് അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്. നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ്, നമ്മൾ അങ്ങോട്ട് പറയുമ്പോഴാണ് അദ്ദേഹം അതെല്ലാം ഏറ്റെടുത്ത് നമ്മൾ ചെയ്തു തരാം. ഒരിക്കൽ ദൈവം എന്നോട് പറഞ്ഞു, നമ്മൾ ചെറുപ്പത്തിലൊക്കെ, നമ്മൾ നാട്ടിൻപുറത്ത് വളർന്നവർക്ക് അറിയാം, പട്ടണത്തിൽ നിന്ന് വളർന്ന കുട്ടികൾക്കോ നിങ്ങൾക്കൊക്കെ ചിലർക്കൊന്നും ഇപ്പൊ ഉള്ളവർക്ക് അറിയില്ല. നാട്ടിൻപുറത്ത് ഞങ്ങൾ ശനി ഞായറൊക്കെ ഈ കുളത്തിലൊക്കെ കുളിക്കാനൊക്കെ വന്നൊക്കെ പണ്ടൊക്കെ. എത്ര കൊല്ലം മുൻപത്തെ കാര്യം, 50 വർഷം മുന്നത്തെ കാര്യമൊക്കെ പറയുന്നത്, 40-45 കൊല്ലം മുമ്പ്. അപ്പൊ ഒരു ദിവസം ദൈവം ഓർമ്മിപ്പിക്കും. ഇപ്പോൾ പലപ്പോഴും പണ്ടത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് എക്സാമ്പിൾ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കും. ഒരു ദിവസം എന്നോട് പറഞ്ഞു, അന്ന് കല്ല് നമ്മൾ കളിക്കുമ്പോൾ വലിയ ഭാരമുള്ള കല്ല് ഉരുട്ടി കൊണ്ടുവന്ന് കുളത്തിന് നടുവിൽ കൊണ്ടുപോയി പൊക്കി പിടിക്കൊക്കെ ഒരു തമാശയായിരുന്നു. അപ്പൊ എല്ലാവരും ചോദിക്കും, ഇത്ര മെലിഞ്ഞ ഇവർക്ക് എങ്ങനെയത്? ചെറിയ കുട്ടികൾ, നമ്മുടെ താഴെയുള്ള അനിയത്തി പറഞ്ഞു, ചേച്ചിക്കൊക്കെ ഇത് എങ്ങനെയാ പൊക്കാൻ പറ്റും? ഞങ്ങൾ വലിയ ശക്തിമാനെ പോലെ കാണിക്കും. അന്ന് അതിന്റെ സയൻസ് ഒന്നും നമുക്ക് അറിയില്ലായിരുന്നു. വെള്ളത്തിൽ വെച്ച് പൊക്കിയാൽ ഭാരം കുറയുന്നു മാത്രം അറിയാം. ഇപ്പൊ നമുക്ക് അതിന്റെ സയൻസ് ഒക്കെ ഒരുവിധം കുറച്ചൊക്കെ അറിയാല്ലേ? അപ്പൊ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ ഓർക്കുന്നുണ്ടോ ആ കല്ലിനെ നീ ഒരു 40 കിലോ 30 കിലോ ഒക്കെ ആവും നിങ്ങളൊക്കെ ഉരുട്ടി കൊണ്ടുപോയിട്ട് ആ വെള്ളത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇപ്പൊ നിങ്ങൾ പൊക്കി പിടിച്ചു. വളരെ കനം കുറഞ്ഞൊരു വസ്തു പോലെ, ഒരു തേങ്ങ പോലെ നിങ്ങളൊക്കെ പൊക്കി പിടിച്ചില്ലേ? ഇതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾ. നമ്മൾ സ്വയം ഇങ്ങനെ കരയ്ക്കുന്നത്, വെള്ളമില്ലാത്ത വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോ ഭയങ്കര ഭാരം, അയ്യോ നമുക്ക് പിടിക്കാൻ പറ്റില്ല. നീ വെള്ളത്തിലേക്ക് ഇറങ്ങും, കുറച്ച് വെള്ളത്തിലല്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം അളവ് കൊടുത്തതാണ്. അത് നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീ വാ. നിന്റെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവാ. നീ ഇന്ന് നിനക്ക് 50 കിലോ പോലെ തോന്നുന്ന സാധനം നിനക്ക് അവിടെ 1/2 കിലോ ആയിട്ട് നിനക്ക് തോന്നും, അല്ലെങ്കിൽ നിനക്ക് വെയിറ്റ്ലെസ് ആയിട്ട് തോന്നും. നീ വളരെ ലഘുവായിട്ട് നിനക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റാത്തപ്പോ എന്തുകൊണ്ടാ? നമ്മൾ സ്വയം കരയ്ക്ക് നിന്ന് ഇങ്ങനെ പൊക്കി പിടിച്ച് കരയാ. അയ്യോ എന്റെ കുടുംബം എങ്ങനെയായല്ലോ, എന്റെ മക്കൾ ഇങ്ങനെയായല്ലോ, എന്റെ ഇൻലോസ് ഇങ്ങനെയായല്ലോ, എന്റെ ഓഫീസിൽ എങ്ങനെയാണല്ലോ, എന്റെ അയൽപക്കക്കാർ ഇങ്ങനെ, എന്റെ ദേശം എങ്ങനെയായാലും, എല്ലാം പല കാരണങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ആ ഓരോ വ്യക്തികളെ, ഓരോ കുടുംബം, അല്ലെങ്കിൽ എന്താണോ അതിന് കേട്ടതുപോലെ പുഴുവായിരുന്ന യാക്കോബിന് പുഴുവിന് ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ? പക്ഷെ ആ പുഴു ചിലപ്പോൾ സിംഹമായി മാറുന്ന വിധത്തിൽ ദൈവം അവിടെ പ്രവർത്തിക്കും. അപ്പൊ കുറവ് എവിടെയാ വരുന്നത്? പരിശുദ്ധാത്മാവിന്റെ കുറവ്. നോക്കുമ്പോ നമ്മൾ അന്യഭാഷയും എല്ലാം ഉണ്ട് നമുക്ക്. പക്ഷെ കുറവ് വരുന്നത് എന്താ? നാം ആ പരിശുദ്ധാത്മാവിൽ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് അവിടെ വ്യത്യാസം വരുന്നത്. പരിശുദ്ധാത്മ ചില്ലറക്കാരനല്ല, അതാദ്യം മനസ്സിലാക്കാം. 120 പേരുള്ള അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ വായിക്കുന്നുണ്ട്. 120 പേരുള്ള സംഘം കൂടിയിരുന്നു. ആ സംഘം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ 120 പേരുള്ള സംഘം കൂടിയിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? സഭയായി മാറി. സംഘം പ്ലസ്, ഞങ്ങൾ പറയുന്നത് മാത്സിലൊക്കെ, ഞാനൊരു മാത്സ് സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ. സംഘം പ്ലസ് പരിശുദ്ധാത്മാവ് ഈസ് ഈക്വൽ ടു സഭ. മനസ്സിലായോ? നമ്മൾ പല സംഘങ്ങളൊക്കെ കാണാറുണ്ട് അല്ലെ? നോർത്ത് ഇന്ത്യ പോയപ്പോ കിറ്റി പാർട്ടി അതെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ അവിടുത്തെ സ്ത്രീകളൊക്കെ ഇങ്ങനെ കൂടുമായിരുന്നു. ഭക്ഷണം കഴിക്കും, പൈസ കളക്ട് ചെയ്യും, ഭയങ്കര എൻജോയ് ചെയ്യും. എന്നെ വിളിക്കാൻ ഞാൻ സോറി എനിക്ക് താല്പര്യമില്ല, അപ്പൊ ഇന്ന് നമ്മളെ വിളിക്കാൻ വരാറില്ല. അതൊക്കെ സംഘങ്ങൾ. ഇനി ക്രിസ്ത്യൻസിനുകളും ഉണ്ട് കുറെ സംഘങ്ങളൊക്കെ, പല വലിയ കാര്യങ്ങൾ ചെയ്യുന്നു, ചാരിറ്റബിൾ വർക്ക് ചെയ്യുന്നു, പലതും ഉണ്ട്. അത് സഭയാണോ? സഭ ആവുന്നത് എപ്പോഴാ? അവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ്, പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ചെയ്യപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ അവരുടെ ജീവിതം സമർപ്പിക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് അവരെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് അത് സഭയായി മാറുന്നത്. അല്ലെങ്കിൽ വെറും സംഘം തന്നെ പറയുള്ളൂ. സംഘത്തിനെ ചേർക്കാനൊന്നും കർത്താവ് വരാന്ന് പറഞ്ഞിട്ടില്ല. കർത്താവ് വരുന്നത് സഭയെ ചേർക്കുവാൻ. അപ്പൊ ആ പരിശുദ്ധാത്മാവിന്റെ നിറവ്
ആ അളവിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ ബൈബിളിൽ ഈ വചനം എഴുതി വെക്കണോ? അവൻ അളന്നു, നരിയാണിയോളം അല്ല, മുട്ടോളം അല്ല, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ എന്തിനാ എഴുതി വെച്ചത്? ചിലർ ചോദിക്കും, ഞങ്ങൾക്കും ഇല്ലേ പരിശുദ്ധാത്മാവ്? ഉണ്ട്, തീർച്ചയായും. പരിശുദ്ധാത്മാവ് ആകർഷിക്കാതെ ആരും തന്നെ സുബോധത്തിൽ വരുന്നില്ല. പരിശുദ്ധാത്മാവ് ആകർഷിച്ചിട്ടാണ് നമുക്ക് ബോധം വന്നത്, നമുക്ക് പിതാവിന്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. ശരി തന്നെ, യേശുവിനെ സ്വീകരിച്ചു, ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ ആ ലെവലിലേക്ക് നീ വന്നില്ലെങ്കിൽ ഈ ലോകത്തിന്റെ പ്രഭു, ഈ ശക്തി നമ്മൾ വീണ്ടും കുഴിയിലേക്ക് വലിച്ചു കൊണ്ടുവന്നുള്ള സത്യം നമ്മൾ മറന്നു പോരുത്. അപ്പോ നമുക്ക് മനസ്സിലായല്ലോ, നാം മണവാട്ടിയായി കാത്തിരിക്കുന്നു ക്രിസ്തുവിന് വേണ്ടി. നാം ക്രിസ്തുവിന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് വേണ്ടത് എന്താ? പരിശുദ്ധാത്മാവും. അവന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാ പറഞ്ഞത്. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെവി എല്ലാവർക്കും നമുക്കൊക്കെ ഉണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലുമുണ്ട് ഒരു ചെവി. ആ ചെവി കണക്ട് ചെയ്യുന്ന ആ പരിശുദ്ധാത്മ, പിതാവ് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, പിതാവിന്റെ ഇഷ്ടം അറിയണമെങ്കിൽ, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനുള്ള ധൈര്യം, ബലം. ചിലപ്പോൾ നമ്മൾ ഒറ്റപ്പെടും. ചിലപ്പോൾ നമുക്ക് ചിലപ്പോ എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു ടെസ്റ്റിമണി മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്തടത്ത് ജോലി കിട്ടി പോയി. പിന്നെ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ദൈവമായിട്ട് ബന്ധമായി. അങ്ങനെ പിന്നെ ജോലി റിസൈൻ ചെയ്തതിന് ശേഷം ഒരു സഭയിലേക്ക്, ഞാൻ പറഞ്ഞ IPC തന്നെ ഒരു സഭ തന്നെയായിരുന്നു. അത് ഞാൻ പറഞ്ഞ ഡിനോമിനേഷൻ ഒന്നും എനിക്ക് ഒരു ഭാഗമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ദൈവം ഞങ്ങൾ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. ഒത്തിരി ദൈവമക്കളെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരാൾ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോൾ 15 ആൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഒരാൾ ബൈബിൾ വായിക്കാൻ 25 ആൾ ഒരുമിച്ച് വായിക്കും. അതുപോലെ ജ്വലിച്ച് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ വെറും ബേബി പോലെ. അപ്പൊ ഇൻഡെക്സ് മേലെ എപ്പോഴും കൈവച്ചിട്ട് ഞാനിരിക്കാം, എന്നാലേ നമുക്ക് മത്തായി എവിടെ, മാർക്ക് എവിടെ, ലൂക്ക എവിടെ എന്നൊക്കെ അറിയാം. അങ്ങനെയൊക്കെ ഒരു സമയം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ദർശനങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കും, പല വിഷനുകൾ തന്നുകൊണ്ടിരുന്നു. എനിക്കറിയില്ല, പാസ്റ്റർ ഞങ്ങളെ സ്നേഹിച്ചു. കുറെ കാര്യങ്ങൾ പറയാൻ ആദ്യമൊക്കെ പേടിയായിരുന്നു, പിന്നെ പറയാനായിട്ട് തോന്നി. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബുക്ക് ഓഫ് റെവലേഷൻ പഠിക്കണമെന്ന് ഒരു ഭയങ്കര ആഗ്രഹം. അത് ഏതോ ഒരു ദേവദാസന്റെ മെസ്സേജ് കേട്ടപ്പോൾ എനിക്ക് അത് തോന്നി. അപ്പൊ ഞങ്ങളുടെ ഉപവാസങ്ങളൊക്കെ ബൈബിൾ പഠിക്കാനുള്ള ഉപവാസങ്ങൾ, ഒരു കാര്യസാധ്യത്തിന് മറ്റൊന്നിനല്ല. റെവലേഷൻ പഠിക്കുക ഒരാഴ്ച ഉപവാസം, ഓരോ പുസ്തകങ്ങൾ പഠിക്കുക ഉപവാസം. ഇതായത് ഞാൻ എന്റെ ഭർത്താവ്, അന്ന് മക്കളുമായിട്ടില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സഭയിലുള്ള ചെറിയ യങ്സ്റ്റേഴ്സ് കുട്ടികൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാൻ വരും. ചേച്ചി കൂടെ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഒരു പെൺകുട്ടിയും, ചുരുക്കി പറയാം, ആ പെൺകുട്ടി അവളുടെ ഒരു കൂട്ടുകാരി നേഴ്സായിരുന്നു. ആ കൂട്ടുകാരി നേഴ്സ് ഇത്തിരി പിശാചിന്റെ ഒരു ചക്രയിൽ പെട്ട് അവളെ ജീവിതം ഒരു മോശമായ രീതിയിൽ പോവായിരുന്നു. അത് ഈ കുട്ടിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവള് ഒരു ആളുടെ കൂടെ, അവിടെ അഡ്മിറ്റ് ആയിരുന്ന ഒരു പേഷ്യന്റ് കണ്ടായിരുന്നു, ആളുടെ കൂടെ നാട് വിട്ടു പോകുമ്പോ ഈ കുട്ടിയെ കൊണ്ടുപോയി. ഈ കുട്ടി എന്റെ ഭയങ്കര ക്ലോസ് ആയ കുട്ടിയായിരുന്നു. എന്തിനു പറയുന്നു, ഇവര് റിലേറ്റീവ് ഇടയ്ക്ക് അവർ വന്ന് എന്നോട് ദേഷ്യമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ കുട്ടിയെ ചുട്ടി കിട്ടിയ ഒരു ദിവസം എന്റെ വീട്ടിൽ വരാം, അവിടേക്ക് പോവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നീ അങ്ങോട്ട് പോയില്ല, എനിക്ക് ആന്റിയുടെ അടുത്ത് വല്ല. ഞാൻ പറഞ്ഞു അതും ശരി, അവരുടെ അടുത്തും പോകണമെന്ന്. അപ്പൊ അവര് ഇങ്ങനെ എന്നോട് ഒരു അകലുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവർ ഓടി വന്ന് എന്നോട് ചോദിക്കുക, ഞങ്ങളുടെ കൊച്ചിനെ കാണാനില്ല, അവള് ഹോസ്പിറ്റലില് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നു, ഡയറിയില് അവള് ഡയറി സൈൻ ചെയ്തോടത്ത് എഴുതി വെച്ചിരിക്കുന്നു, നിന്റെ വീട്ടിൽ പോയി. എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഈ 2-3 ദിവസമായി. നിങ്ങൾക്കറിയാമോ എത്ര വലിയൊരു സംഭവമായിരിക്കും? നിങ്ങൾ ഊഹിച്ചു നോക്ക്. നാട്ടിൽ നിന്നുള്ള റിലേറ്റീവുകളെല്ലാം വന്നു, പെൺകുട്ടിയെ കാണാനില്ല. കുറെ വർഷം മുന്നത്തെ കാര്യം കേട്ടോ, ഒരു 25 വർഷം ആയിട്ടുണ്ടായിരിക്കും. പെൺകുട്ടിയെ കാണാനില്ല. വീട്ടുകാരെല്ലാം വന്നു, വലിയ ചർച്ച. ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒത്തിരി പേര് അവിടെ, പാസ്റ്ററും ആന്റിയൊക്കെ എന്നെ ഒത്തിരി ഞങ്ങളെ സ്നേഹിച്ചിരുന്നതാണ്. ഞങ്ങളും അവരെ സ്നേഹിച്ചു. എന്റെ എന്താ പറയണ്ടേ, എന്റെ സമയങ്ങളൊക്കെ ഞാൻ സ്റ്റേറ്റ് ഹോമില് പാസ്റ്റർ ആന്റീനെ ഹെൽപ്പ് ചെയ്യുക, പാത്രം കഴുകി കൊടുക്കും, വീട്ടിലെ പണി. എന്റെ ഓഫീസായിരുന്നു. ഞാൻ റിസൈൻ ചെയ്ത് വന്നതിന് ശേഷം എന്റെ ഒരു ഓഫീസ് പോലെ, രാവിലെ പോകും വൈകുന്നേരം. ഇതൊക്കെയാണ് അങ്ങനെ ചെയ്തിരുന്ന ആ റിലേഷനിൽ ഭയങ്കരമായ ഒരു അകൽച്ച വന്ന് എനിക്ക് എന്റെ സത്യം തുറന്നു പറയാൻ, എന്റെ സത്യം കേൾക്കാൻ ആരുമില്ല. എന്നെ സ്നേഹിച്ചവരൊക്കെ ഈ കുട്ടി എന്ത് പാവമായിരുന്നു, ഇവർക്ക് ഇങ്ങനെ സ്വഭാവം ഉണ്ടോ, ഞാൻ ആ കുട്ടിയെ എവിടെ പറഞ്ഞേച്ച പോലെയുള്ള ഒരു ഇത് വന്നു. ഇവരെ വീട്ടുകാർ വന്ന്, എനിക്ക് ഭയമായി, എനിക്ക് സങ്കടമൊക്കെ ആയി. പക്ഷെ ഞാൻ ഓർത്തു, എനിക്ക് ചർച്ച ഒന്നും വേണ്ട, ഇതിനേലും ഭേദം പണ്ടത്തെ പോലെ തന്നെ ജീവിതമായിരിക്കും. ഇതെന്താ ഇവിടുത്തെ ആളുകൾക്കൊന്നും ഇവർ സത്യത്തിൽ ആത്മാവിൽ ആരാധിക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ഒറ്റപ്പെടുത്തിയല്ലോ എന്നുള്ള വിഷമം തോന്നി. ഞാൻ ചുരുക്കി പറയട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കുട്ടി വന്ന് നല്ല സത്യമൊക്കെ പറഞ്ഞു. അവളെ പാരന്റ്സ് വന്ന് അവളെ കൊണ്ടുപോയി ഒരു എഴുത്തൊക്കെ എഴുതി വെച്ചു. സോറി എന്താ ആന്റി, ഞാൻ അറിഞ്ഞില്ല, ആ പെൺകുട്ടി പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങനെ എഴുതി വെച്ചെന്നൊക്കെ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം,
ഞാൻ ഇനി സഭയിലൊന്നും പോയില്ല അതൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഞാൻ നശിച്ചു പോയ ഞങ്ങളുടെ ലൈഫ്. നമുക്ക് പല പരീക്ഷകൾ വരും. ഓക്കെ, നമ്മൾ സഭയിൽ നിന്ന്, നമ്മുടെ സംഗതി, നമ്മുടെ ഫെലോഷിപ്പിൽ നിന്നായിട്ട് നമ്മൾ സ്നേഹത്തെ തൊലച്ച് കളയാനൊക്കെ പിന്നെ പാസ്റ്റർ എല്ലാവരും വന്ന് എന്നോട് സോറി പറയതൊക്കെ ഉണ്ടായി, അതൊക്കെ വേറെ കാര്യം. പക്ഷെ അപ്പോഴത്തെ അവസ്ഥ, ഞാനാണെങ്കിൽ ഒരു ശിശു പോലത്തെ വ്യക്തി, എനിക്കൊന്നും അറിയില്ല. ഇന്നാണെങ്കിൽ ഞാൻ വിചാരിച്ചു അത് സാരില്ല, എന്നെ ദൈവം പഠിപ്പിച്ചു കഴിഞ്ഞു ഇടുക്കുവാതിലുള്ള കടക്കേണ്ടത് എങ്ങനെയാണെന്ന്. അന്ന് ഇതൊന്നും അറിയില്ല 25 കൊല്ലം മുന്നേ. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ്സ് നോട്ട് ഈസി. ക്രിസ്ത്യൻ ലൈഫ് അത്ര ഈസി ഒന്നുമല്ല. മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഓരോ പൊസിഷന് വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൗതിക നന്മകളും അല്ല ഇതിനു വേണ്ടി മാത്രം നമ്മളുടെ പ്രാർത്ഥനയിൽ അതിനുവേണ്ടി മാത്രം അല്ല നമ്മുടെ പ്രാർത്ഥന. നമ്മൾ ഓരോ ദിവസവും ദൈവം പറഞ്ഞേക്കുന്നത് ലൂക്ക് 9 പറഞ്ഞെന്താ, എന്നും നമ്മുടെ ക്രൂശ് എടുക്കണമെന്ന്. അപ്പൊ എന്നും നമുക്കുണ്ട്. നമ്മളെ തന്നെ ഡിനൈ ചെയ്തിട്ട് ക്രൂസ് എടുക്കുക. ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഓരോ ദിവസം ഉണ്ടാവും. ഒരു ദിവസം ക്രൂസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം പിതാവ് പറഞ്ഞ ക്രൂസ് നമ്മൾ പറഞ്ഞു, അതിന് എടുക്കാൻ പറഞ്ഞാൽ നമ്മൾ കേട്ടില്ല എന്നർത്ഥം. ഓക്കെ, സമയം അധികമായി എന്നോട് ക്ഷമിക്കാൻ, ഞാൻ നിർത്താൻ പോവാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് ഡെയിലി ആ ക്രോസ് കുരിശ് നമുക്ക് എടുക്കാൻ നമ്മുടെ ബുദ്ധി കൊണ്ട് പറ്റില്ല, നമ്മുടെ കഴിവ് കൊണ്ട് പറ്റില്ല, നമ്മുടെ കോണ്ടാക്ട്സ് കൊണ്ട് പറ്റില്ല, നമ്മുടെ അറിവ് കൊണ്ട് പറ്റില്ല, എക്സ്പീരിയൻസ് കൊണ്ട് പറ്റില്ല. നമ്മൾ വലിയ ചർച്ചിലെ മെമ്പർ ആണെന്നോ ആളാണെന്നോ ലീഡർ ആണെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ മാത്രമേ നമുക്ക് എന്ന് മുന്നോട്ട് പോകാൻ പറ്റൂ. ആ കൃപയിൽ നിന്നാലോ ഈ ശത്രു കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വിട്ട് ഓടിപ്പോവും. പല അനുഭവങ്ങൾ അങ്ങനെയുണ്ട്. ദൈവം കാണിച്ചു തരും കറക്റ്റ് ആയിട്ട്. നമുക്ക് ഒരു ഭയം തോന്നില്ല. നമ്മൾ എവിടെ നമ്മൾ ഭയപ്പെടുത്താൻ ശ്രമിച്ച അവിടെ ദൈവം ഈ പിശാചിന്റെ മേലിൽ നമുക്കൊരു ജയം തരൂലേ, അത് സംഭവിക്കും. അവിടെ ആത്മാക്കൾ വിടുതൽ വരും. ഓക്കെ, താങ്ക് യു ലോർഡ് ജീസസ്. അപ്പം ഇത്രയും സമയം കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ച കണ്ടിന്യൂഷൻ ആയിട്ട് പറയാനായിട്ട് സാവകാശം ഒരുക്കി തന്നതിന് നന്ദി പറയുന്നു.